N junction. PN junction. സോ നമുക്ക് നോക്കാം എന്താണ് പി എൻ ജംഗ്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് ഇല്ലേ? എല്ലാവർക്കും അറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന്. സോ പി ടൈപ്പ് പറഞ്ഞ മക്കളെ, പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിങ്ങൾ എന്താ കാണും? നിങ്ങൾ പറയും സാർ ഡോപ്പ് ചെയ്യുമ്പോഴുള്ള ഡോപ്പൻ്റ് ആറ്റംസ് ആണെങ്കിൽ അയോണുകളായിട്ട് മാറും. ശരിയാണോ? അയോൺസ് ആയിട്ട്. എന്ത് അയോൺസ് ആണ്? പി ടൈപ്പിൽ നെഗറ്റീവ് അയോൺസ് ആണ് കാണുന്നത്. പി ടൈപ്പിൽ നെഗറ്റീവ് അയോൺസ്. അലൂമിനിയമാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അലൂമിനിയത്തിൻ്റെ നെഗറ്റീവ് അയോൺസ് ഇവിടെ കാണും. ഇമ്മൊബൈലാണിവ. സോ ഒന്ന് എന്താണ്? നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്. ഇതിന് ചലിക്കാൻ കഴിയുമോ? ഇല്ല. ആണ് ഇമ്മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിയത്തില്ല, അനങ്ങാതെ നിൽക്കുകയാണ്. അലൂമിനിയത്തിൻ്റെ എന്താണ് ഇവിടെ? അലൂമിനിയമാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അലൂമിനിയത്തിൻ്റെ നെഗറ്റീവ് അയോൺസ് ആണ് നമ്മൾ ഈ കാണുന്നത്. 2, ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. ശരിയാണോ? ധാരാളം ഹോൾസ് ഉണ്ട്. എത്ര അലൂമിനിയം ഉണ്ടോ അത്രയും ഹോൾസ് ഉണ്ട്. നമ്പർ ഓഫ്, നമ്മൾ പഠിച്ചതാണ്, നമ്പർ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇവിടെ നമ്പർ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹോൾസ് ആണ്. ആ നമ്പർ ഓഫ് ഹോൾസ് ആർക്ക് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഡോപ്പൻ്റ് ആറ്റംസിന് ഈക്വൽ ആയിരിക്കും. എത്ര ഡോപ്പൻ്റ് ആറ്റമാണോ ഞാൻ ഡോപ്പ് ചെയ്തേക്കുന്നത് അത്രയും ആറ്റത്തിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. ശരിയാണോ? ഇനിയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലായി. രണ്ടാമത് എന്താണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ഉണ്ട്. ഹോൾസ് ആണ് ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സി സി എന്ന് പറഞ്ഞാൽ ചാർജ് കാരിയേഴ്സ്. സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഉറപ്പായും സിലിക്കൺ ഉണ്ട് അല്ലേ? ഇവിടെ എല്ലാം സിലിക്കൺ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം സിലിക്കൺ ഉണ്ട്. സിലിക്കൺ ആണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? തെർമൽ അജിറ്റേഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ ഞാൻ മറ്റൊരു കളർ വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ്? തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസും ഉണ്ടായിട്ടുണ്ട്. നോക്ക്, ഇതെന്താണ്? 3 മൈനോറിറ്റി ചാർജ് കാരിയേഴ്സായ ഫ്രീ ഇലക്ട്രോൺസ്. ഇതെന്താണ്? മൈനോറിറ്റിയാണ്. മൈനോറിറ്റി സി സി എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് കാരിയേഴ്സ്. സോ ഇത്രയും ആൾക്കാരാണ് എവിടെ ഉള്ളത്? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉള്ളത്. നോക്ക്, നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. അതുപോലെ ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് എവിടെ ഉള്ളത്? പി ടൈപ്പിലുള്ളത്. അതെങ്കിൽ പി ടൈപ്പിൻ്റെ ആകെ ചാർജ് എത്രയാണ്? നിങ്ങൾ പറയും സാർ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് പി ടൈപ്പിൻ്റെ ആകെ ചാർജ് 0 ആണ്. കാരണം എന്താണ്? ഇവിടെ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. പക്ഷേ അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്ന അത്രയും എണ്ണം പോസിറ്റീവ് ചാർജ് കാരിയേഴ്സും പോസിറ്റീവ് ഹോൾസും ഉണ്ട്. ശരിയാണോ? അതുപോലെയാണെങ്കിൽ എന്തുമാത്രം ഇലക്ട്രോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഹോൾ പെയർസ് ആയിട്ട് എന്തുമാത്രം ഇലക്ട്രോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയാണ് ഹോളും ഉണ്ടാകുന്നുണ്ട്. സോ ഇതിന് നെറ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് പി ടൈപ്പ് എന്ന് പറയുന്നത്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ശുദ്ധമായ പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നിങ്ങൾ 13th ഗ്രൂപ്പ് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് പി ടൈപ്പ് ഉണ്ടാവുന്നത്. മക്കളെ, ഈ ശുദ്ധമായ സെമി കണ്ടക്ടറിന് ചാർജ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് നിങ്ങളെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, പ്യുവർ സെമി കണ്ടക്ടറിന് യാതൊരു ചാർജും ഇല്ലായിരുന്നു. അലൂമിനിയത്തിന് ചാർജ് വല്ലതും ഉണ്ടോ? അലൂമിനിയത്തിന് ചാർജ് ഒന്നുമില്ല. ഡോപ്പ് ചെയ്യുന്ന ആൾക്കും ചാർജ് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ ചാർജ് 0 ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും എത്രയായിരിക്കും? ചാർജ് 0 ആയിരിക്കും. കൺസർവേഷൻ ഓഫ് ചാർജ് അതിൽ പറയണേ. നേരത്തെ എത്രയാണോ ചാർജ് അത് തന്നെയാണ് ഇപ്പോഴും ചാർജ്. നേരത്തെ എത്ര ചാർജ്? അലൂമിനിയത്തിനും ചാർജ് ഇല്ല, സിലിക്കണും ചാർജ് ഇല്ല. ഇപ്പോഴും അലൂമിനിയത്തിനും ചാർജ് ഇല്ല, സിലിക്കണും ചാർജ് ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയും നെറ്റ് ചാർജ്. ഇവിടെ നെറ്റ് ചാർജ് എത്രയാണ്? 0 ആണ്. യാതൊരു ചാർജും കാണുകയില്ല. ഇതാണ് പി ടൈപ്പിൻ്റെ അവസ്ഥ. മക്കളെ ഓർത്തിരിക്കുന്നേ, ആലോചിച്ച് പറഞ്ഞേ. പി ടൈപ്പിൽ ആരൊക്കെ കാണും? നിങ്ങൾ പറയും സാർ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് കാണും. അതുപോലെ തെർമൽ അജിറ്റേഷൻ വഴിയാണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെയാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടെ ഹോളാണ്. അതായത് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഒന്ന് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്, അതുപോലെയാണ് ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ഉണ്ട്, അതുപോലെയാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സായ ഹോൾസ് ഉണ്ട്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സായ ഫ്രീ ഇലക്ട്രോൺസും ഇവിടെ കാണും. ഇതിൻ്റെ ആകെ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതാണ് പി എന്ന ഒരു ഭാഗത്തിൻ്റെ, പി എന്ന സെമി കണ്ടക്ടറിൻ്റെ ആണെങ്കിൽ അവസ്ഥ. ഇനി ഇതുപോലെ നമുക്ക് എന്നിൻ്റെ കാര്യവും പറയാം. നോക്കി, ഇതുപോലെ എന്നിൻ്റെ കാര്യവും പറയാം. പറഞ്ഞേ,
ഇത് എൻ ടൈപ്പാണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. പറഞ്ഞ മക്കളെ, എൻ ടൈപ്പിൽ നിങ്ങൾ എന്താ കാണുമടാ? നിങ്ങൾ പറയും സാർ സിമ്പിൾ, സാറ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഇവിടെ പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. സോ ഇത് എൻ ടൈപ്പാണ്. എൻ ടൈപ്പിൽ ആരെ കാണും? പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ആണ് കാണുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഡോപ്പ് ചെയ്ത ഫോസ്ഫറസ് അല്ലേ, നമ്മൾ എന്താണ് 15th ഗ്രൂപ്പ് എലമെൻ്റാണ് ഡോപ്പ് ചെയ്യുന്നത്. ആ ഡോപ്പ് ചെയ്ത ഡോപ്പൻ്റ് ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസ്, ആ ഫോസ്ഫറസ് ഇമ്മൊബൈലായ പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. സോ ഇവിടെ ഒന്ന് ആരുണ്ട്? പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്. രണ്ട്, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പറഞ്ഞ മക്കളെ, ഇവിടെ മെജോറിറ്റി ആരാടാ? എൻ ടൈപ്പിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് കാണും. സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതാണ്? ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. CC എന്ന് പറഞ്ഞാൽ ചാർജ് കാരിയേഴ്സ്. മൂന്ന്, ഇവിടെ തെർമൽ അജിറ്റേഷൻ ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഫുള്ള് ഇവിടെ എന്തുണ്ട്? സിലിക്കൺ ആറ്റം ഉണ്ട്. ആ സിലിക്കൺ ആറ്റത്തിലാണ് ഈ പറയുന്ന ഈ ഫോസ്ഫറസ് നമ്മൾ ഡോപ്പ് ചെയ്തേക്കുന്നത്, 15th ഗ്രൂപ്പ് ഡോപ്പ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ സിലിക്കൺ ആറ്റം ഉണ്ട്. ഇവിടെ ഫുള്ളും സിലിക്കൺ ആറ്റം ഉണ്ട്. കണ്ടോ, നമ്മൾ വരച്ചിരുന്നേ ഉള്ളൂ. ഇത് ഫുള്ള് എന്തുണ്ട്? ഇവിടെ സിലിക്കൺ ആറ്റം ഉണ്ട്. ആ സിലിക്കൺ ആറ്റമാണ് ഈ കാണുന്ന എല്ലാ സിലിക്കൺ ആറ്റമാണ്. അപ്പോൾ സിലിക്കൺ ആറ്റത്തിലാണ് ആരും ഇട്ടേക്കുന്നത്? നമ്മൾ ഈ ഡോപ്പ് ചെയ്തേക്കുന്ന ആൾക്കാരെ കാണുന്നത്. അപ്പോൾ സിലിക്കൺ ആറ്റത്തിനാണെങ്കിൽ ഉറപ്പായും സെമി കണ്ടക്ടറാണ്. അതെന്ത് ചെയ്യും? ടെമ്പറേച്ചർ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പേഴ്സിനെ ഉണ്ടാക്കും. ടെമ്പറേച്ചർ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട്, സറൗണ്ടിങ് ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പേഴ്സിനെ സൃഷ്ടിക്കും. വളരെ കുറച്ച് എമൗണ്ട് സൃഷ്ടിക്കത്തുള്ളൂ. തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പേഴ്സിനെ ഉണ്ടാക്കും. ഇലക്ട്രോൺ ഹോൾ പേഴ്സിനെ ഉണ്ടാക്കും. നോക്കിവിടെ മെജോറിറ്റി ആരാണ്? മെജോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി എന്ന് പറയുന്നത്. തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് 1, 2 എന്ത് കാണും? ഹോൾസും കാണും. സോ ഹോൾസ് ഉണ്ട്. അതെന്താണ്? മൈനോറിറ്റി ആണ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സായ ഹോൾസും ഉണ്ട്. അങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതിൻ്റെ ഫുള്ള് ചാർജ് എത്രയാടാ? നിങ്ങൾ പറയും സാർ നേരത്തെ ചാർജ് 0 ആണ്, ഇപ്പോഴും നെറ്റ് ചാർജ് 0 ആയിരിക്കും. സോ നെറ്റ് ചാർജ് എത്രയാണ് മക്കളെ? 0 ആണ്. സോ സാർ ഇതാണ് എൻ ടൈപ്പിൻ്റെ അവസ്ഥ, ഇതാണ് പി ടൈപ്പിൻ്റെ അവസ്ഥ. ശരി, നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോണേ? PN ജംഗ്ഷനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്താണ് ജംഗ്ഷൻ? ഞാൻ പറയും മക്കളെ, പി ടൈപ്പും എൻ ടൈപ്പും ചേർത്ത് വെക്കടാ. ആ ചേർത്ത് വെക്കുന്ന ഇൻ്റർഫേസിനെ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ. കാണിച്ചു തരാം, നോക്ക്. നമ്മളാണെങ്കിൽ ഇവിടെ പി ടൈപ്പ് എടുത്തു. കണ്ടോ, ഇത് പി ടൈപ്പാണ്. തൊട്ടടുത്ത് നമ്മൾ എൻ ടൈപ്പിന് എടുക്കാൻ പോവാം, ചേർത്ത് വെക്കാൻ പോവുകയാണ്. ഇതാരാണ്? എൻ ടൈപ്പാണ്. സോ ഇത് എൻ ടൈപ്പ്. ഇതാരാടാ? പി ടൈപ്പ്. നമുക്ക് പി ടൈപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം വരയ്ക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പി ടൈപ്പിൽ എന്തുണ്ട്? നെഗറ്റീവ് ഇമ്മൊബൈൽസ് അയോൺസ് ഉണ്ട്. നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ പോസിറ്റീവ് ഇമ്മൊബൈൽസ് അയോൺസ് ഉണ്ട്. പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. നമ്മൾ ഡോപ്പ് ചെയ്ത ആൾക്കാരാണ് അയോൺസ് ആയിട്ട് മാറുന്നത്. ശരിയാണോ? 1. 2, ഇവിടെ ആരുണ്ട്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സായ ഹോൾസ് ഉണ്ട്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സായ ഹോൾസ് ഉണ്ട്. ഇവിടെ ആരാണുള്ളത്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സായ ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. എൻ ടൈപ്പിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതി പഠിക്കണം. ഓക്കെ. അതുപോലെയാണെങ്കിൽ തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് 1, 2 എന്തും ഉണ്ടാകും മക്കളെ? 1, 2 ഇലക്ട്രോൺസും ഉണ്ടാകാം. തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാകും. ശരിയാണോ? തെർമൽ അജിറ്റേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസും ഉണ്ടാകും. സോ ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളത് മൈനോറിറ്റിയാണ്, ഇവിടെ ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. ഇതാണ് അവസ്ഥ. ഇനി നോക്കടാ, ഇതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫേസിനെ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ. PN ജംഗ്ഷൻ. PN ജംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ജംഗ്ഷൻ എന്താണ്, പ്രാധാന്യം എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പറഞ്ഞുതരാം. മക്കളെ നോക്കടാ, ഇവിടെയാണെങ്കിൽ ഈ പി ടൈപ്പിലാണെങ്കിൽ
ആരുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്? ഏത് ചാർജ് കാരിയറിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? നിങ്ങൾക്കറിയാം കോൺസെൻട്രേഷൻ എന്നാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഏത് ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? ഇവിടെ നമ്പർ ഓഫ് ഹോൾസ് കൂടുതലാണ്, എന്നിൻ്റെ കോൺസെൻട്രേഷൻ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇവിടെയാണെങ്കിലോ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് എൻ ടൈപ്പിൽ കൂടുതൽ. സോ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും. എന്താ പറഞ്ഞേ? ചാർജ് കാരിയേഴ്സ് വിൽ മൂവ് from high concentration to lower concentration. So majority charge carriers അല്ലേ ആരാ മൂവ് ചെയ്യുന്നേ? Majority charge carriers will move from high concentration to low concentration. സോ ഈ ജംഗ്ഷൻ റീജിയനിലാണ് സംഭവിക്കുന്നത്. ജംഗ്ഷൻ റീജിയനിൽ ഇവിടെ ആരൊക്കെ കോൺസെൻട്രേഷൻ കൂടുതലാണ്? ഇവിടെ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ ഹോൾസ് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. സോ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യുമടാ? അപ്പോൾ നിങ്ങൾ പറയും സർ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത്, അതായത് പിയിൽ നിന്നും എന്നിലേക്ക് ഹോൾസ് മൂവ് ചെയ്യും. സോ ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഹോൾസ് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഹോൾസ് മൂവ് ചെയ്യും. ശരി, അങ്ങനെ നിങ്ങൾ പറഞ്ഞ മക്കളെ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുവാടാ? അപ്പം നിങ്ങൾ പറയും സർ കോൺസെൻട്രേഷൻ ഇലക്ട്രോൺ എവിടെയാണ് കൂടുതൽ? എൻ ടൈപ്പിൽ കൂടുതലാണ്. സോ ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇവിടെ നിന്നും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. സർ പറയത്തില്ലേ മക്കളെ? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താടാ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. എന്താണ്? ഡിഫ്യൂഷൻ. സോ എന്താണ് ഡിഫ്യൂഷൻ? എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ്റെ ജംഗ്ഷൻ അടുത്തുള്ള പി ടൈപ്പിലും സംഭവിക്കും. ആ ജംഗ്ഷനടുത്തുള്ള പി ടൈപ്പിൽ ആര് കൂടുതലാണ്? ഇവിടെയാണെങ്കിൽ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഹോൾസ് മൂവ് ചെയ്യും. അതുപോലെ ജംഗ്ഷന് അടുത്തുള്ള റീജിയൻ അതാണ് എൻ ടൈപ്പിലെ റീജിയനിൽ ആര് കൂടുതലാണ്? ആരെ കോൺസെൻട്രേഷൻ കൂടുതലാണ്? ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ ആണോ? ഈ ഡിഫ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടർ ഒട്ടാകെ നടക്കുന്നുണ്ടോ? ഇല്ല, ജംഗ്ഷൻ അടുത്തുള്ള റീജിയനിലാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നോക്കടാ, ജംഗ്ഷൻ അടുത്തുള്ള റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും ഭാഗത്തുള്ള ഈ ജംഗ്ഷൻ ഇത്രയും അടുത്തുള്ള റീജിയനിലാണ് ഇലക്ട്രോൺ ഹോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നോക്കേ, ഹോളാണെങ്കിൽ എവിടുന്ന് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? പറഞ്ഞേ, ഹോൾ വിൽ ഡിഫ്യൂസ് ഫ്രം എവിടുന്നാണ്? ഹോൾസ് ഇവിടുന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? പി ടു എൻ. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്? എൻ ടു പി. ഇലക്ട്രോൺസ് എൻ ടു പിയിലേക്കാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കറണ്ട് നമുക്ക് കറണ്ടിനെ പറ്റി നോക്കാം. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പോസിറ്റീവ് ചാർജ് ആണ്. അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ആ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഹോൾ കറണ്ട് എങ്ങോട്ടാണ്? പി ടു എൻ. ഹോൾ കറണ്ട് ഹോൾ എന്താണ്? ഡിഫ്യൂഷൻ കറണ്ടാണ്. ഹോളിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ട്. അതേ ഡയറക്ഷൻ, പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഇലക്ട്രോൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതിനെതിരെയാണ് കറണ്ട് പോകുന്നത്. സോ ഡിഫ്യൂഷൻ കറണ്ട് എപ്പോഴും എങ്ങോട്ടാണ്? ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ കറണ്ടാണ്. ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ കറണ്ടും എങ്ങോട്ടാണ്? പി ടു എൻ ആണ്. സോ ഡിഫ്യൂഷൻ കറണ്ട് എവിടെ നിന്നാണ്? പി ടു എൻ ആണ് ഡിഫ്യൂഷൻ കറണ്ട് സഞ്ചരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്യൂഷൻ കറണ്ട് എവിടുന്ന് എങ്ങോട്ടാണ് പോണത്? എവിടുന്ന് എങ്ങോട്ടാണ്? പി തൊട്ട് എന്നിലേക്കാണ് ഡിഫ്യൂഷൻ കറണ്ട് പോണത്. പി ടു എൻ ആണ് ഡിഫ്യൂഷൻ കറണ്ട്.
മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സാണ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഉണ്ടാക്കുന്നത്. സോ ഇത് എവിടെ കാണുന്നത്? ജംഗ്ഷൻ അടുത്താണ് കാണുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി, ശരിയാണോ? അപ്പോൾ ഇങ്ങനെ ജംഗ്ഷൻ അടുത്താണെങ്കിൽ ഡിഫ്യൂസ് ചെയ്തെന്ന് കരുതുക. ജംഗ്ഷൻ അടുത്ത് നമുക്ക് അടുത്ത പേജ് വരച്ച് കാണിച്ചു തരാം. ജംഗ്ഷൻ അടുത്ത് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തു. ഇത് നമ്മുടെ പി എൻ ജംഗ്ഷനാണ്. നോക്ക്, ഇത് പി എൻ ജംഗ്ഷനാണ്. ഇവിടെയാണെങ്കിൽ എല്ലാം അത് പി ടൈപ്പാണ്, ഇത് എൻ ടൈപ്പാണ്. വീണ്ടും വരയ്ക്കാം. പി ടൈപ്പിൽ എത്ര തവണ വരയ്ക്കുന്നോ അത്രയും നല്ലതാണ്. നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ്, നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്, നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്. എൻ ടൈപ്പിലാണെങ്കിൽ പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്, പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ്. കണ്ടോ, ഇവിടെ എല്ലാം പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. നോക്ക്, ഞാനൊരു റീജിയൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതൊരു റീജിയൻ മാർക്ക് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കും മക്കളെ, ഞാനൊരു റീജിയൻ മാർക്ക് ചെയ്യാൻ പോവാണ്. നോക്ക്, ഞാനൊരു റീജിയൻ മാർക്ക് ചെയ്തു. കണ്ടോ, ഈ റീജിയൻ ജംഗ്ഷന് അടുത്തുള്ള റീജിയനിലാണ് എന്ത് സംഭവിച്ചത്? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായത്, അല്ലേ? ജംഗ്ഷൻ അടുത്താണ് ഡിഫ്യൂഷൻ ഉണ്ടായത്. സോ ഞാൻ പറയുന്നത് ഈ റീജിയനിലാണ് ഡിഫ്യൂഷൻ ഉണ്ടായത് കരുതുക. അതായത് ഈ റീജിയനിലുള്ള ഹോളുകൾ എന്ത് ചെയ്ത്? ആ ഹോളുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്യപ്പെട്ടു, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യപ്പെട്ടു. ആക്ച്വലി സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഈ ഹോളിൽ കയറിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. മനസ്സിലായോ? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇരിക്കുന്ന ആക്ച്വലി സംഭവിച്ചത് എന്താണ്? ഈ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്ത് അടുത്തടുത്തുള്ള ഹോൾസിലെല്ലാം കയറിയിരുന്നു. അങ്ങനെ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസും ഇല്ല, ഇവിടെ എന്തുമില്ല, ഹോളുമില്ല. അപ്പോൾ അങ്ങനെ ഒരു റീജിയൻ ഉണ്ടായി മക്കളെ. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. സോ എന്താണ് ഡിഫ്യൂഷൻ റീജിയൻ? ഡിഫ്യൂഷൻ മൂലം, ഇലക്ട്രോൺ ഹോളിൻ്റെയും ഡിഫ്യൂഷൻ മൂലം ജംഗ്ഷൻ അടുത്തൊരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ഇല്ല, അവിടെ ഹോൾസും ഇല്ല, ഇവിടെ ഇലക്ട്രോൺസും ഇല്ല. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ലാത്തൊരു റീജിയൻ സൃഷ്ടിക്കപ്പെടും. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചോദിക്കും, സർ ഇവിടെയാണെങ്കിൽ പിന്നെ എന്താണുള്ളത്? ഞാൻ പറയും, ഇവിടെയാണെങ്കിൽ ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ് ഉണ്ട്, അതുപോലെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ബാക്കിയുള്ള റീജിയനിലോ അവിടെ പഴയ പോലെയാണ്. അവിടെ ആണെങ്കിൽ ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ് ഉണ്ട്, ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ് ഉണ്ട്, അതുപോലെ 1-2 എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്. ഇവിടെ ബാക്കിയുള്ള റീജിയനിലോ ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, 1-2 ഹോൾസും ഉണ്ട്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും ഉണ്ട്. മനസ്സിലായോ? ആക്ച്വലി ഈ ഇലക്ട്രോൺ ഹോൾ പെയർ എല്ലായിടത്തും സിലിക്കൺ ഉണ്ട്. ഇവിടെ എല്ലാം സിലിക്കൺ ഉണ്ട്. ആ സിലിക്കൺ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇലക്ട്രോൺ ഹോൾ പെയർസ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ഇവിടെ എല്ലാം എന്തുണ്ടാവും? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടാവാം, ഇപ്പോൾ ഉണ്ടാകാം. ഇത്ര മനസ്സിലായോ? ശരി. ഇപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ എന്തില്ല? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ല. എന്തുകൊണ്ടാണ്? മെജോറിറ്റി കാരിയേഴ്സ് ആയും ഡിഫ്യൂസ് ചെയ്യപ്പെട്ടു. പിന്നെ മെജോറിറ്റി കാരിയേഴ്സ് ഉണ്ടോ? ഇല്ല, അതെല്ലാം ഡിഫ്യൂസ് ചെയ്ത് പോയി. സോ ജംഗ്ഷൻ അടുത്താണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ലാത്തൊരു റീജിയൻ ഉണ്ടാകും. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇമ്മൊബൈലായിട്ടുള്ള ചാർജ് കാരിയേഴ്സ്, ഇമ്മൊബൈലായിട്ടുള്ള അയോൺസ് ഉണ്ട്, ഇമ്മൊബൈലായിട്ടുള്ള അയോൺസ് ഉണ്ട്. മക്കളെ, ഈ അയോൺസ് ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ നെഗറ്റീവ് ചാർജാണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ആ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. സോ നമുക്ക് ഓരോ പ്രോസസ്സ് എഴുതാം. ഒന്നാമത്തെ പ്രോസസ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഡിഫ്യൂഷൻ സംഭവിക്കും. ഫസ്റ്റ് എന്താണ്? ഡിഫ്യൂഷൻ. ഇത് എവിടെ ഉണ്ടാവുന്നത്? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്താണ് ഡിഫ്യൂഷൻ ഉണ്ടാവുന്നത്. 2, ഡിഫ്യൂഷൻ മൂലം എന്ത് സംഭവിക്കും? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ഡിപ്ലീഷൻ റീജിയൻ. അതിനുശേഷം ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പറഞ്ഞേ, ഇത് പിയും ഇത് എന്നുമാണെങ്കിൽ എൻ ടു പി എന്ന രീതിയിൽ എന്തെയും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്ന സമയത്ത്, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പരിപാടിയാണ്. ഇവിടെ ഞാൻ എക്സ്റ്റേണൽ സെല്ലിനെ ഒന്നും കണ്ടിട്ടില്ല, ചെയ്തിട്ടുണ്ടോ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുകയാണ്, നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു പിയും ഒരു എന്നും ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് പറയണത്.
മനസ്സിലായോ? ഇവിടെ ഞാൻ സെല്ല് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ കഥയാണ് പറഞ്ഞത്. ആദ്യമേ ഡിഫ്യൂഷൻ നടക്കും, അതിനുശേഷം ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും, അതിനുശേഷം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇത്രയും കാര്യം മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ് എൻ ടു പി എന്ന രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോണത്. കറണ്ട് എങ്ങനെയാണ് പോണത്? കറണ്ട് നോക്ക്, ഡിഫ്യൂഷൻ കറണ്ട് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എതിരെയാണ് ഡിഫ്യൂഷൻ കറണ്ട് പോണത്. ഡിഫ്യൂഷൻ കറണ്ട് എന്താണ്? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടോ? ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത് മൂലം ഇവിടെ എന്തുണ്ടാവും? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. നമുക്ക് എഴുതി വെക്കാം, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോണത്? പി ടു എൻ എന്ന രീതിയിൽ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. ഇനി ഡിഫ്യൂഷൻ കറണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? പി ടു എൻ, പിന്ന് എന്നിലേക്ക് മൂവ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? എൻ ടു പി, എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഡിഫ്യൂഷൻ കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? പി ടു എൻ. നിങ്ങൾ പഠിച്ചല്ലേ? നോക്ക്, ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എൻ ടു പിയിൽ പോകും, ഹോൾസ് ആണെങ്കിൽ പി ടു എന്നിലേക്ക് പോകും. കറണ്ട് ആണെങ്കിൽ ഇങ്ങോട്ട് പോകും, ഡിഫ്യൂഷൻ കറണ്ട് ഇങ്ങോട്ട് പോകും. മക്കളെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യല്ലേടാ? ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോകാൻ നോക്കും, എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് കറണ്ട് പോകേണ്ടത്. സോ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ്, നമുക്ക് മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം പറയുകയാണ്. എന്താ പറഞ്ഞ ഞാൻ? നാലാമത് പറഞ്ഞത്, ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഒപ്പോസസ് ആരെയാണ്? ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡ്, ഈ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് കൂടുകയോ കുറയുമോ? സപ്പോർട്ട് ചെയ്യുകയാണോ ഒപ്പോസ് ചെയ്യുകയാണോ? ഒപ്പോസ് ചെയ്യുകയാണ്. ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ഡിഫ്യൂഷൻ ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? ഡിഫ്യൂഷൻ ഇത് സപ്പോർട്ട് ചെയ്യുകയില്ല. സോ ഇവിടെ ആക്ച്വലി എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫർദർ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് പതുക്കെ കുറയാൻ തുടങ്ങും. മനസ്സിലായോ? സോ ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു തുടങ്ങും. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തന്നെ, പി എൻ ജംഗ്ഷൻ ചേർത്ത് വെക്കുമ്പോൾ ഡിഫ്യൂഷൻ സംഭവിക്കും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് മൂവ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ്. ജംഗ്ഷൻ അടുത്താണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടിയ റീജിയനിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയനിലേക്ക് മൂവ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ മൂലം കറണ്ട് ഉണ്ടാകും, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് പിയിൽ നിന്നും എന്നിലേക്കാണ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിഫ്യൂഷൻ മൂലമാണെങ്കിൽ ഒരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനിലാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കാണുകയില്ല. ഞാൻ എന്താ പറഞ്ഞേ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കാണുകയില്ല, അത് ഡിഫ്യൂസ് ചെയ്ത് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ ഇല്ല. പിന്നെ അവിടെ എന്താ ഉള്ളത്? അയോൺസ് ആണ് ഉള്ളത്. അയോൺസിന് മൂലമാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ കറണ്ടിനെ എന്ത് ചെയ്യും? എതിർക്കാൻ നോക്കുക. ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫർദർ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് പതുക്കെ കുറയാൻ തുടങ്ങും. സോ ഞാനാണെങ്കിൽ ആദ്യമേ സംഭവിച്ചു, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി. ഇനി പതുക്കെ ആര് കുറയുകയാണ്? ഡിഫ്യൂഷൻ കറണ്ട് കുറയുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ റീജിയൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഇനി നോക്ക്, ഇവിടെ ഉറപ്പായിട്ടും എന്തുണ്ട് മക്കളെ? ഇവിടെ ഉറപ്പായിട്ടും ഈ റീജിയനിൽ ഉറപ്പായിട്ടുമാണെങ്കിൽ സിലിക്കൺ ഉണ്ട്. എല്ലാ റീജിയനിലും സിലിക്കൺ ഉണ്ട്. എവിടൊക്കെ സിലിക്കൺ ഉണ്ടോ അവിടൊക്കെ തെർമൽ അജിറ്റേഷൻ ഉണ്ട്. മനസ്സിലായോ? അവിടൊക്കെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് പ്രസൻറ്റ് ആവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിലും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് പ്രസൻറ്റ് ആവാൻ കഴിയും. തെർമൽ അജിറ്റേഷൻ ഉണ്ട്. മനസ്സിലായോ? സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് ഇല്ലാത്തത്. ഇവിടെയാണെങ്കിൽ ഇവിടെ സ്റ്റിൽ ദി ഹാവ് എന്താണ്? സിലിക്കൺ ആറ്റം. ശരിയാണോ? ഇവിടെ എല്ലാം സിലിക്കൺ ആറ്റം ഉണ്ട്. സിലിക്കൺ ആറ്റത്തിന് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ തെർമൽ അജിറ്റേഷൻ വിധേയമാകുകയും ഫ്യൂ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഫോം ചെയ്യാനും കഴിയും. സോ ഇവിടെ ഉറപ്പായിട്ടും ഇലക്ട്രോൺ ഹോൾ പേസ് ഉണ്ടാവും. നോക്ക്, ഇവിടെ ഇലക്ട്രോൺ ഹോൾ പേസ് ഉണ്ടാകുന്നുണ്ട്. എല്ലായിടത്തും ഇലക്ട്രോൺ ഹോൾ പേസ് ഉണ്ടാവാം. ഇതിന് ആരാ കാരണം? തെർമൽ അജിറ്റേഷൻ മൂലം ഇവിടെ ഇലക്ട്രോൺ ഹോൾ പേസ് ഉണ്ടാവും. നോക്ക്, ഇവിടുത്തെ ഈ റീജിയനിലാണെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. സോ ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയർ ഉണ്ട്.
ഇവിടെയാണെങ്കിൽ നോക്കടാ, ഈ എൻ റീജിയനിലാണെങ്കിൽ ഈ ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. സോ ഡിപ്ലീഷൻ റീജിയനിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാണാം, പക്ഷെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണെങ്കിൽ അധികം കാണുമോ? ഇല്ല. ഇതെന്താണ് നിങ്ങൾ പറയും, സാർ ഇത് മെജോറിറ്റി ചാർജ് കാരിയർ അല്ലേ? ഈ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ, സോറി ഈ ഇരിക്കുന്ന ഹോൾസ് ആണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലേ? ആണ് മക്കളെ, ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എണ്ണം വളരെ 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 ചെറുതാണ്. മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അധികം വേണം, ധാരാളം വേണം. അങ്ങനെ ആൾക്കാരുണ്ടോ? ഇല്ല. ഇവിടെയാണെങ്കിൽ വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, കുറച്ച് ചാർജ് കാരിയേഴ്സ് മാത്രമേ ഉള്ളൂ. മൈനോറിറ്റി ഉണ്ട്. മെജോറിറ്റി എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ മേജറായിട്ട് അല്ല ഉണ്ടോ ഇതിനകത്തൂടെ? ഇല്ല, മെജോറിറ്റി ഇല്ല. പേര് മെജോറിറ്റി എന്ന് പറഞ്ഞാലും അവിടെ മേജറായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അവിടെ ആണെങ്കിൽ ഒന്നോ രണ്ടോ തെർമൽ അജിറ്റേഷൻ വഴിയാണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ശരി. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ആയെന്ന് മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫർദർ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ശരി. ഇനി നോക്കും മക്കളെ, ആക്ച്വലി ഡിഫ്യൂഷൻ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? ഡിഫ്യൂഷൻ കറണ്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? ഡിഫ്യൂഷൻ കറണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഡിഫ്യൂഷൻ കറണ്ട് വിൽ ഫ്ലോ ഫ്രം പി ടു എൻ. പിന്ന് എന്നിലേക്കാണ് ഡിഫ്യൂഷൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ ഡിഫ്യൂഷൻ കറണ്ടിനെ എൻ ടു പിയിലേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? എൻ ടു പി ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഉണ്ടോ? ഈ ഇലക്ട്രിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ശരി. അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് മക്കളെ, ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടല്ലോ. അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആരാണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ്, ഇതൊരു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് പോകണമെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്നത്. ഞാനിവിടെ വരയ്ക്കുന്നത് കൺഫ്യൂഷൻ ആകുമായിരിക്കും, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഇവിടെ വരയ്ക്കുന്നില്ല. പകരം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് കാരിയർ ഉണ്ട്, പോസിറ്റീവ് അയോൺ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് അയോൺ ഉണ്ട്. പോസിറ്റീവ് ടു നെഗറ്റീവാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നോക്കാം ഇവിടെ ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടെ ആരുണ്ട്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ട്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? ആ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് എതിരെ മൂവ് ചെയ്യും. ശരിയാണോ? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഈ മൈനോറിറ്റി ചാർജ് കാരിയർ എന്ത് ചെയ്യും? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഞാനിവിടെ മാറ്റി വരയ്ക്കാം. ഫ്രീ ഇലക്ട്രോൺസ്, ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. കാര്യം പോസിറ്റീവ് ചാർജിനടുത്തേക്ക് മൂവ് ചെയ്യും. ഇതെന്താണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഒരു ചാർജ് മൂവ് ചെയ്യുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡിന് എതിരെയാണ് നെഗറ്റീവ് ചാർജ് സഞ്ചരിക്കുന്നത്. സോ നെഗറ്റീവ് ചാർജാണ്. എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന് എതിരെ സഞ്ചരിക്കും. ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡ് എതിരെ സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് എന്ന് പറയും. എന്താണ്? ഡ്രിഫ്റ്റ്. നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചാണ് ഡ്രിഫ്റ്റ് കറണ്ട് ഇലക്ട്രിക് ഫീൽഡിന് എതിരെ സഞ്ചരിക്കുന്നതാണ്, അല്ല ഇലക്ട്രിക് ഫീൽഡ് മൂലം സഞ്ചരിക്കുന്നതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ മൂലം സഞ്ചരിക്കുന്നത് എന്താണ്? ഡിഫ്യൂഷൻ. ഇലക്ട്രിക് ഫീൽഡ് മൂലം സഞ്ചരിക്കുന്നത് എന്താണ്? ഡ്രിഫ്റ്റ്. സോ ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത് കൊണ്ട് ഇവിടെയുള്ള ചാർജ് കാരിയേഴ്സ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? ആ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെതിരെ സഞ്ചരിക്കും. ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെതിരെ ഇങ്ങോട്ട് പോകും. അതുപോലെ ഹോൾസ് എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ഹോൾസ് എന്ത് ചെയ്യും? ഹോൾസ് ആണെങ്കിൽ ഇവിടെയുള്ള ഇത് ഹോളാണ്. ഹോൾസ് അതെന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ സഞ്ചരിക്കും. കണ്ടോ? ഹോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. സോ ഹോൾസ് ഇലക്ട്രിക് ഹോൾ, അതിന് ഹോളിനൊരു ഇമാജിനറി പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന് അതേ ഡയറക്ഷൻ സഞ്ചരിക്കും. നെഗറ്റീവ് ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡിന് എതിരെ സഞ്ചരിക്കും. സോ അതിൻ്റെ ഫലമായിട്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇവിടെയുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണല്ലോ, തെർമൽ അജിറ്റേഷൻ വഴി ഫോം ചെയ്യുന്ന മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് അതിനെതിരെ സഞ്ചരിക്കും. അവിടെ ഹോൾസ് എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ സഞ്ചരിക്കും.
അങ്ങനെയെങ്കിൽ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അതിനെതിരെ ആര് സഞ്ചരിച്ചു? ആ ഇലക്ട്രോൺ സഞ്ചരിച്ചു. അപ്പോൾ കറണ്ട് എങ്ങനെ സഞ്ചരിക്കും? ഇവിടെ കറണ്ട് എങ്ങോട്ട് സഞ്ചരിക്കും മക്കളെ? കറണ്ട് ആണെങ്കിൽ ഇങ്ങോട്ട് സഞ്ചരിക്കും. ശരിയാണോ? എന്താണ് കറണ്ട്? ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കറണ്ടാണ്, ഇലക്ട്രോണിൻ്റെ കറണ്ടാണ്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതിനെതിരെയാണ് കറണ്ട് ആവുന്നത്. ഇലക്ട്രോൺസിന് എന്ത് കറണ്ടാണിത്? ഇത് ഡ്രിഫ്റ്റ് കറണ്ടാണ്. എന്താണ്? ഡ്രിഫ്റ്റ് കറണ്ട്. സോ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങോട്ടാണ്, ഹോളിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് എങ്ങോട്ടാണ്? പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? അങ്ങോട്ടാണ് കറണ്ട്. ഇത് ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ടാണ്. ഡ്രിഫ്റ്റ്. സോ ഡ്രിഫ്റ്റ് കറണ്ട് എങ്ങോട്ട് സഞ്ചരിക്കും? ഡ്രിഫ്റ്റ് കറണ്ട് ആണെങ്കിൽ പറഞ്ഞേ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട് പോകുന്നത്. നെറ്റ് ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങോട്ട് സഞ്ചരിക്കും. എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. മനസ്സിലായോ മക്കളെ? ഡ്രിഫ്റ്റ് കറണ്ട് എന്തുകൊണ്ടാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് ഡ്രിഫ്റ്റ് കറണ്ടിനെ ഉണ്ടാക്കുന്നത്. ഡ്രിഫ്റ്റ് കറണ്ടിനെ ആരാ ഉണ്ടാക്കുന്നത്? ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഡിപ്ലീഷൻ region. Now, drift current is due to electric field in depletion region. Here, ആരാ മൂവ് ചെയ്യുന്നത്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് വിൽ ഫ്ലോ. ഡ്രിഫ്റ്റ് കറണ്ട് ഡയറക്ഷൻ പറഞ്ഞേ. ഡ്രിഫ്റ്റ് കറണ്ട് എപ്പോഴും പോകുന്നത് എങ്ങനെയായിരിക്കും? N to P. ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണോ അതേ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് കറണ്ട് ആവും. സോ 5th പോയിന്റ് ആണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണോ അങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്രിഫ്റ്റ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അത് ഡ്രിഫ്റ്റ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യും, ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ പതുക്കെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും മക്കളെ? ഡിഫ്യൂഷൻ സംഭവിച്ചു. നോക്കടാ, തുടക്കം തൊട്ട് നോക്കി. ആദ്യമേ ഡിഫ്യൂഷൻ സംഭവിച്ചു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ റീജിയനിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. സോ ഇവിടെയാണെങ്കിൽ ഹോൾസ് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? P to N ഡിഫ്യൂസ് ചെയ്യും. ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? N to P. നോക്ക്, ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? Nൽ നിന്ന് Pയിലേക്കും ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് എങ്ങോട്ടാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ എങ്ങോട്ടാണോ ഒഴുകുന്നത് അതിനെതിരെ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. ഹോൾ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷൻ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഒരു റീജിയൻ സെറ്റപ്പ് ചെയ്യും. ആ റീജിയൻ്റെ പ്രത്യേകം എന്താടാ? ആ റീജിയനിലാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രസൻ്റ് അല്ല. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ടാകുന്നുണ്ട്? പിന്നെ മെജോറിറ്റി ചാർജസ് പ്രസൻറ്റ് അല്ലെങ്കിൽ എന്തുണ്ട്? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. കാര്യം ഇവിടെ എന്തുണ്ട്? ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് അയോണിൻ്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് അയോണിൻ്റെ ഭാഗത്തേക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? N to Pയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണെങ്കിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അതെങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. ഇവിടെയുള്ള ഇലക്ട്രോൺസ് ആണ്. ഇവിടെ P ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇലക്ട്രോൺസ് ആണെങ്കിൽ Pയിൽ നിന്നും Nലേക്ക്. നമുക്ക് ഡിഫ്യൂഷൻ കണ്ടില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെയാണെങ്കിൽ ഇതുപോലെ എഴുതാം. ഇലക്ട്രോൺസ് അങ്ങോട്ട് മൂവ് ചെയ്യും. Pയിൽ നിന്നും Nലേക്ക്, P to N. അതുപോലെ ഹോൾസ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെയുള്ള ഹോൾസ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെയുള്ള ഹോൾസ് ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയറാണ്. ആരാണ്? ഹോളാണ്. ഹോൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഹോള് N to P. എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് കറണ്ട്. എങ്ങോട്ടാണ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്തത്? പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അങ്ങോട്ടായിരിക്കും കറണ്ട്. അതായത് ഈ ഡ്രിഫ്റ്റ് കറണ്ടിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. നോക്കടാ. ഒന്ന്, ആദ്യം തന്നെ പറഞ്ഞേ, ഓരോ പോയിന്റ് പറഞ്ഞേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഡിഫ്യൂഷൻ സംഭവിച്ചു.
ഡിഫ്യൂഷൻ മൂലം എന്ത് സംഭവിച്ചടാ മക്കളെ? ആലോചിച്ച് നോക്കി. ഡിഫ്യൂഷൻ സംഭവിച്ചു. അതായത് ചാർജ് കാരിയേഴ്സിൻ്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ചാർജ് ഫ്ലോ ചെയ്തു. ജംഗ്ഷൻ അടുത്തുള്ള റീജിയനിൽ ചാർജ് ഫ്ലോ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി. ഡിഫ്യൂഷൻ കറണ്ട്. പറഞ്ഞ മക്കൾ, ഡിഫ്യൂഷൻ കറണ്ട് എങ്ങോട്ടാണ്? നോക്ക്, തൊട്ട് മുന്നേ നോക്കി. ഡിഫ്യൂഷൻ കറണ്ട് എങ്ങോട്ടാണ്? പിയിൽ നിന്നും എന്നിലേക്കാണ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവുന്നത്. ശരിയാണോ? പി ടു എൻ ആണ് ഡിഫ്യൂഷൻ കറണ്ട്. പി ടു എൻ. അവൻ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകും. ഇവിടെയാണെങ്കിൽ പറഞ്ഞേ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഹോൾസ് ഡിഫ്യൂഷൻ കറണ്ടിൽ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇവിടെ ഹോൾസ് മൂവ് ചെയ്യുന്നത് നോക്ക്, തൊട്ട് മുന്നേ നോക്ക്. ഇവിടെയാണെങ്കിൽ ഡിഫ്യൂഷൻ ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ മെജോറിറ്റി ചാർജസ് ഹോളാണ്. ഹോൾ എങ്ങോട്ട് മൂവ് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഹോൾസ് മൂവ് ചെയ്യും. അതായത് പിയിൽ നിന്നും എന്നിലേക്ക് ഹോൾസ് മൂവ് ചെയ്യും. ശരിയാണോ? പിയിൽ നിന്നും എന്നിലേക്ക്, പി ടു എൻ. എങ്ങോട്ടാണോ കറണ്ട് മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് ഹോൾസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് നേരെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യും, എൻ ടു പി. അപ്പോൾ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? പി ടു എൻ മൂവ് ചെയ്യും. ഇപ്പം ഡിഫ്യൂഷൻ കണ്ടു കഴിഞ്ഞു. അടുത്ത മൂന്നാമത് എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അവിടെ എന്തുണ്ട്? അവിടെ പോസിറ്റീവും നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട്. ഇവിടെ പോസിറ്റീവ് അയോൺസ് ഇവിടെയുണ്ട്, ഇവിടെ നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ശരിയാണോ? ഇത് എന്ത് ഭാഗമാണ്? ഇത് പി ടൈപ്പാണ്. ഇതാരാണ്? എൻ ടൈപ്പാണ്. ഇത് ഡിപ്ലീഷൻ റീജിയൻ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാകും, എൻ ടു പി ഉണ്ടോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. സോ ഫോർത്ത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? എൻ ടു പി. എൻ ടു പിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. സോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് എതിർക്കും? ദിസ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ഒപ്പോസ്. അഞ്ചാമത്തെ കാര്യമാണ്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ഒപ്പോസ്. ആരാണ്? ഡിഫ്യൂഷൻ കറണ്ട്. കാര്യം എന്താണ്? കാര്യം ഡിഫ്യൂഷൻ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഡിഫ്യൂഷൻ കറണ്ട് പി ടു എൻ ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എൻ ടു പി ആണ്. സോ എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് ഫീൽഡ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അതുപോലെ ആരെ സപ്പോർട്ട് ചെയ്യും? ഇവിടെ മറ്റൊരാളുണ്ടാവും, ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട്. ഇലക്ട്രിക് ഫീൽഡ് മൂലം എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് ആരുണ്ടാവണത്? ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവുന്നത്. ഇലക്ട്രിക് ഫീൽഡ് മൂലം ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. ഉണ്ടോ? ഇത് മൂലം ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. എന്താ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്? അത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ ആണ്. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ആരുണ്ടാവുന്നത്? ആ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവുന്നത്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ എന്തുണ്ടാക്കും? ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാക്കും. ഡ്രിഫ്റ്റ് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ്? തൊട്ട് മുന്നേ നോക്കടാ. ഡ്രിഫ്റ്റ് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എന്നിൽ നിന്നും പിയിലേക്കാണ് ഡ്രിഫ്റ്റ് കറണ്ട്. എൻ ടു പി ആണ് ഡ്രിഫ്റ്റ് കറണ്ട്. എൻ ടു പി. കാര്യം അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. മനസ്സിലായോ? ഇവിടെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായത്? ഇവിടെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ് കാരണം. റീസൺ എന്താണ്? റീസൺ എന്താണ്? എന്താ റീസൺ എന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ഡിഫറൻസ്. കോൺസെൻട്രേഷൻ ഡിഫറൻസ്. സോ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ് ആർക്ക് കാരണം? ഡിഫ്യൂഷൻ കറണ്ട് കാരണം. പക്ഷേ ഇവിടുത്തെ കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റീസൺ. സോ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ആ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവുന്നത്. ഈ ഡ്രിഫ്റ്റ് കറണ്ടിനെ ആര് പ്രൊമോട്ട് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് വിൽ സപ്പോർട്ട്. ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇവിടെയാണെങ്കിൽ ആര് സ്ട്രെങ്തൻ ആവും? ഡ്രിഫ്റ്റ് കറണ്ട് സ്ട്രെങ്തൻ ആവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഡ്രിഫ്റ്റ് കറണ്ട് എന്ത് ചെയ്യും? കൂടുതൽ ശക്തി പ്രാപിക്കും. അതുപോലെയാണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട് ഡിഫ്യൂഷൻ
കുറയുകയും ചെയ്യും. ഇതാണ് ഫൈനലി സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഞാൻ എക്സ്റ്റേണൽ സെല്ലൊന്നും കണ്ടുകിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പിയും ഒരു എന്നും കൂടെ അടുത്തടുത്ത് കൊണ്ടുവെക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. എന്ത് സംഭവിച്ചു? ഇവിടെ ഇങ്ങനൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് സംഭവിച്ചു. മനസ്സിലായോ? അവിടെ എന്തൊക്കെ ഉണ്ടായി? ഡിഫ്യൂഷൻ കറണ്ടും ഉണ്ടായി, ഡ്രിഫ്റ്റ് കറണ്ടും ഉണ്ടായി. ആദ്യം ആരാണ് ശക്തി പ്രാപിച്ചത്? ആദ്യമേ ഡിഫ്യൂഷൻ കറണ്ട് ശക്തി പ്രാപിച്ചു. അതിനുശേഷം ഡിപ്ലീഷൻ റീജിയനെ ഇലക്ട്രിക് ഫീൽഡിനെ കൊണ്ടുവന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയും ഡ്രിഫ്റ്റ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഡ്രിഫ്റ്റ് കറണ്ട് പതുക്കെ കൂടുകയും ഡിഫ്യൂഷൻ കറണ്ട് കുറയുകയും ചെയ്തു. മക്കൾ ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി ബാക്കി കഥ കേട്ടിരിക്കുക. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സീരീസ് ഓഫ് ഇവൻ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായത്. പിയും എന്നും അടുത്തടുത്ത് കൊണ്ടുവച്ചപ്പോഴുള്ള സീരീസ് ഓഫ് ഇവൻറ്റിനെ പറ്റിയാണ് ഞാൻ ചർച്ച ചെയ്തത്. ഇനി നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, നോക്കൂ മക്കളെ, ഇനി നടക്കാൻ പോകുന്ന സംഭവം നോക്കിയിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ആര് കൂടിക്കൊണ്ടിരിക്കുകയാണ്? നമ്മളുടെ ഡിഫ്യൂഷൻ കറണ്ട് കുറയുകയാണ്. ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്യും മക്കളെ? കുറയും. അതുപോലെയാണെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് കറണ്ട് കൂടും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയും ഡ്രിഫ്റ്റ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മെല്ലെയാണെങ്കിൽ പതുക്കെയാണെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞു വരും, ഡ്രിഫ്റ്റ് കറണ്ട് കൂടി വരും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഡിഫ്യൂഷൻ കറണ്ട് ഡിഫ്യൂഷൻ ആർക്ക് ഈക്വലായിരിക്കും? ഡ്രിഫ്റ്റിന് ഈക്വലാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയത്തിൽ അവ അറ്റൈൻ ചെയ്യും. നോക്കടാ, നമുക്കറിയാം P/N ആരാണ്? ഡിഫ്യൂഷൻ. ശരിയാണോ? P/N ആരാ കടന്നു പോകുന്നേ? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ. അതുപോലെ N/P ആരാണ്? ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങോട്ട് കടന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന കറണ്ടും ഇങ്ങോട്ട് പോകുന്ന കറണ്ടും ഈക്വലൈസ് ചെയ്യും. സോ അതിൻ്റെ ഫലമായിട്ട് നെറ്റ് കറണ്ട് എന്തായിട്ട് മാറും? നെറ്റ് കറണ്ട് 0 ആയിട്ട് മാറും. നെറ്റ് കറണ്ട് 0 അല്ലായിരുന്നു നമുക്ക് പറയാം സെല്ലെന്ന് പറയാമായിരുന്നു അല്ലേ? നമുക്ക് പറയാം ഒരു പി ജംഗ്ഷൻ എടുത്ത് വെച്ചാൽ കറണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉണ്ടാവുമോ? ആദ്യത്തെ നിമിഷം എന്തുണ്ടാവും? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. പിന്നെ ആര് കൂടിക്കൊണ്ടിരിക്കും? ഡ്രിഫ്റ്റ് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ട് സമാസമമാകും, ഈക്വൽ ആകും. അതിൻ്റെ ഫലമായിട്ട് നെറ്റ് കറണ്ട് ഫ്ലോ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പിന്നെ ഫർദർ കറണ്ട് ഒന്നും അതിനകത്ത് ഉണ്ടാവുകയില്ല. വളരെ മൈന്യൂട്ട് കറണ്ടാണ്. പിന്നെ ഫർദർ കറണ്ട് ഉണ്ടാവുകയില്ല. മനസ്സിലായോ? സോ ഒരു ഡയോഡ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. നമ്മുടെ കടയിൽ പോയിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതിനകത്തൂടെ ആര് കടന്നു പോകുന്നില്ല? കറണ്ട് ഒന്നും കടന്നു പോകുന്നില്ല. മനസ്സിലായോ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു PN ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിപ്ലീഷൻ റീജിയനാണ്. ഞാൻ അതിനെ ഡിപ്ലീഷൻ റീജിയൻ DR എന്ന് വിളിക്കാൻ പോവാണ്. സോ ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇത് ജംഗ്ഷനാണ്. ഇത്തരം റീജിയൻ എന്താ മക്കളെ? ഡിപ്ലീഷൻ റീജിയനാണ്. ഇത്രയും P ഭാഗമാണ് P ടൈപ്പ്. ഇതെന്താണ്? N ടൈപ്പാണ്. ഇത്രയും ഭാഗം N ടൈപ്പാണ്. സോ ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. നമുക്കറിയാം ഇവിടെ എന്നിലാണെങ്കിൽ പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ പിയിലാണെങ്കിൽ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ആണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ റീജിയൻ്റെ വിട്ടിനെ ഞാനാണെങ്കിൽ R എന്ന് വിളിക്കാൻ പോകണം. R എന്താണ്? അതിൻ്റെ വിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമല്ലോ മക്കളെ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പോസിറ്റീവ് നെഗറ്റീവ് എന്തുണ്ടാകുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ശരിയാണോ? പോസിറ്റീവ് ടു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ കാര്യമാണ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്നാണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? -dV / dr. dr എന്ന് പറഞ്ഞാൽ എന്താണ്? dr എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ dr എന്ന് പറയാൻ പോവാണ്. dr എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ടാണ്. കണ്ടോ? dr എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ടാണ്.
സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ടുണ്ട്, ഡി ആർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ആര് കാണും? ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വിട്ടുകൊണ്ടെങ്കിൽ ഉറപ്പായും ആ വിട്ടിൽ ആര് കാണണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. ശരിയാണോ? സോ എന്താണ് ഡി വി? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സോ ഈ ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ നമുക്കതിനെ ചെല്ലപ്പേരിൽ ബി വി എന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ബി വി എന്ന് വിളിക്കാൻ പോവുകയാണ്. എപ്പോഴും ബാരിയർ പൊട്ടൻഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബി വി, ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ നോക്കേ, ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ ഉണ്ടാക്കി? ഇലക്ട്രിക് ഫീൽഡ് ബാരിയർ പൊട്ടൻഷ്യലിനെ ഉണ്ടാക്കി. ഇലക്ട്രിക് ഫീൽഡ് മൂലം ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായി. ഈ ഇലക്ട്രിക് ഫീൽഡും ബാരിയർ പൊട്ടൻഷ്യലും ഒക്കെ ആരെ ഒപ്പോസ് ചെയ്യാൻ നോക്കും? ഡിഫ്യൂഷൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. ശരിയാണോ? ഈ ഇലക്ട്രിക് ഫീൽഡ് ആയാലും ബാരിയർ പൊട്ടൻഷ്യൽ ആയാലും ഡിഫ്യൂഷൻ കറണ്ടിനെ, അതായത് മെജോറിറ്റി ചാർജിൻ്റെ ഫ്ലോയെ, ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയാണ്. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. സോ ബാരിയർ പൊട്ടൻഷ്യൽ ആരെ ഒപ്പോസ് ചെയ്യാൻ നോക്കും? ഇലക്ട്രിക് ഫീൽഡ് ആയാലും ബാരിയർ പൊട്ടൻഷ്യൽ ആയാലും ഒപ്പോസ് ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയെ എന്ത് ചെയ്യും? ഇത് ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ബാരിയർ പൊട്ടൻഷ്യൽ ആണെങ്കിലും ആരെ ഒപ്പോസ് ചെയ്യാൻ നോക്കും? ആ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ആണെങ്കിൽ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ശരി, ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. മക്കളെ, ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മെറ്റീരിയൽസിന് വ്യത്യസ്ത വാല്യൂസ് ആണുള്ളത്. ബാരിയർ പൊട്ടൻഷ്യൽ ഓരോ മെറ്റീരിയലിനും ഓരോന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബാരിയർ പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞുതരാം. ബി വി വാല്യൂ പറഞ്ഞുതരാം. ബാരിയർ വോൾട്ടേജ് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ സിലിക്കൻ്റെ അറിഞ്ഞിരിക്കണം. സിലിക്കൻ്റെ ആണെങ്കിൽ 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്? എഴുതി വെച്ച് പഠിച്ചോണം. സിലിക്കൻ്റെ 0.7 ആണ്. ജർമേനിയത്തിൻ്റെ ആണെങ്കിൽ അത് 0.3 ഇലക്ട്രോൺ വോൾട്ടാണ്. ജർമേനിയത്തിൻ്റെത് 0.3 ഇലക്ട്രോൺ വോൾട്ടാണ്. മക്കൾ ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. സോ നിങ്ങളൊരു കടയിൽ നിന്നാണെങ്കിൽ ഒരു ഡയോഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അതിന് ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെന്തുണ്ട്? ബാരിയർ വോൾട്ടേജ് എത്രയാണ്? സിലിക്കണാണ്. സിലിക്കൻ്റെ സെമി കണ്ടക്ടറാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ, ഡയോഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് കാണും 0.7. ജർമേനിയത്തിൻ്റെ ആണെങ്കിൽ 0.3 പൊട്ടൻഷ്യൽ അതിനകത്തുണ്ട്. മനസ്സിലായി? കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. കറണ്ട് ഫ്ലോ ഒന്നുമില്ല, അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഹയർ പൊട്ടൻഷ്യലാണ്. അതെന്താണ്? ലോവർ പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ശരിയാണോ? ഹയർ പൊട്ടൻഷ്യൽ നിന്നും ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സെറ്റപ്പ് ചെയ്യും. ഇവിടെ എന്തുണ്ട്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത്തരം കാര്യം മനസ്സിലായ മക്കളെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷനെ പറ്റിയുള്ള എല്ലാ ഐഡിയയും ഉണ്ട്. പി എൻ ജംഗ്ഷനിൽ ഇവിടുത്തെ നെറ്റ് കറണ്ടിൻ്റെ വാല്യൂ 0 ആയി, അവസാനം നെറ്റ് കറണ്ടിൻ്റെ വാല്യൂ 0 ആയി, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായി. സോ നമുക്കാണ് നമ്മളെ ചാർട്ടിൽ അതുകൊണ്ട് പറയാം. അങ്ങനെ എന്ത് ചെയ്യും? ഈ ചാർട്ടിൻ്റെ അവസാന ഭാഗത്ത് നെറ്റ് കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയി. അതുപോലെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ potential difference in depletion region called barrier potential BV. A potential difference set up in depletion region called barrier voltage. മനസ്സിലായോ? ഇത്രയുമാണ് നമ്മുടെ ഒരു പിയും ഒരു എന്നും അടുത്തടുത്ത് കൊണ്ടുവച്ചാലുള്ള കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷനെ പറ്റിയും എൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബയാസിങ്ങിനെ പറ്റിയാണ്. ബയാസിങ്ങിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു. ഇതെന്താണ്? പി. ഇതെന്താണ്? എൻ. ഇത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതെന്താണ്? പി. ഇതെന്താണ്?
എൻ. സോ ഒരു ഡയോഡിനെ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നോക്കണം, നമുക്ക് രണ്ട് രീതി ഒരു ഡയോഡിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഒരു ഡയോഡിനെ സെല്ലുമായിട്ട് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ രീതിയാണ് അതിൻ്റെ പി റീജിയൻ, പി സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടും എന്നിനെ സെല്ലിൻ്റെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്തു. സോ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇവിടെ എന്താണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ, നോക്ക് ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്, ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. സോ പിയിലാണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലും എന്നിലാണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലും കൊടുക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ്. സോ ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ പി എ പോസിറ്റീവ് ഹയർ പൊട്ടൻഷ്യലുമായിട്ടും, പോസിറ്റീവ് തന്നെ ഞാൻ പറയുന്നില്ല, ഹയർ പൊട്ടൻഷ്യലുമായിട്ടും എന്നിനെ ലോവർ പൊട്ടൻഷ്യലുമായിട്ടും കണക്ട് ചെയ്യണം. ഈ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ്. ഇനി തിരിച്ചാണെങ്കിലോ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു, ഇത് പി ആണ്, ഇത് എൻ ആണ്. സോ പി എ ആണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലുമായിട്ടും എന്നിനെ ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ഈ രീതി വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസിങ്. റിവേഴ്സ് ബയാസിങ്. സോ ഫോർവേഡ് ബയാസിങ് ഉണ്ട്, റിവേഴ്സ് ബയാസിങ് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് രണ്ട് ബയാസിങ് രീതിയുണ്ട്. ശരി, നമുക്ക് നോക്കാം, വിശദമായിട്ട് നോക്കാം ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. നോക്കൂ മക്കളെ, ഫോർവേഡ് ബയാസിൽ എന്ത് സംഭവിക്കും നമുക്ക് ആദ്യം കേൾക്കാം. ഫോർവേഡ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ് മക്കളെ, എന്താണ് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്? സോ ഇത് ആക്ച്വലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇവിടെയാണെങ്കിൽ ഞാൻ സെല്ല് കണക്ട് ചെയ്തതിന് മുന്നേ ഇവിടെ ആക്ച്വലി ഡിഫ്യൂഷൻ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്തേ? ഡിഫ്യൂഷൻ കറണ്ട് ഇങ്ങനെയായിരുന്നു ഫ്ലോ ചെയ്തത് നേരിട്ട്, അല്ലേ? ഇങ്ങനെയാണ് പി ടു എൻ. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ സാധനം എങ്ങനെയാണ് പറഞ്ഞത്? പി എന്നല്ലേ പറഞ്ഞത്? പി എൻ ജംഗ്ഷൻ, പി എന്നതിൻ്റെ ആദ്യം പറയണേ. അപ്പോൾ ഡിഫ്യൂഷനാണ് ആദ്യം ഉണ്ടായത്, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഡിഫ്യൂഷൻ ആദ്യം ഉണ്ടായി. നമ്മൾ എങ്ങനെല്ലാം പഠിക്കുന്നത് പി എൻ എന്നാണ്. സോ ഡിഫ്യൂഷൻ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? പി ടു എൻ. സോ ഐ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ പി ടു എൻ. ഈ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഡിഫ്യൂഷൻ കറണ്ട് എപ്പോഴും എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? പി ടു എൻ. ഡ്രിഫ്റ്റ് നേരെ ഓപ്പോസിറ്റ്. ഡ്രിഫ്റ്റ് എങ്ങനെയായിരിക്കും? എൻ ടു പി. ഐ ഡ്രിഫ്റ്റ്. ഓക്കെ, ഡ്രിഫ്റ്റ് കറണ്ട് എൻ ടു പിയിലും അതുപോലെ ഡിഫ്യൂഷൻ കറണ്ട് പി ടു എന്നുമാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനിയാണ് ഇത് രണ്ട് ഇതൊക്കെയാണ് പറഞ്ഞ സെല്ലൊക്കെ കണ്ട് ചെയ്യുന്നില്ല. ഇപ്പം സംഭവിച്ചേക്കാണ് ഇക്വിലിബ്രിയത്തിലാണ്, രണ്ട് കറണ്ടും ഈക്വലായി നെറ്റ് കറണ്ട് വാല്യൂ 0 ആയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ശരി, ഇനി ഇവിടെ എന്തുണ്ട്? ഞാൻ സെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എന്തുണ്ട്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്തുണ്ട്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. പറഞ്ഞേ, ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് അയോൺസ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, ശരിയാണോ? ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഒരു ഭാഗത്ത് നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണ് ഉള്ളത്. ഇതെന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ, ശരിയാണോ? ബാരിയർ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞു ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കേട്ടതാണ്. ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇത് ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് എഴുതിയല്ലേ മക്കളെ? ഇലക്ട്രോൺ വോൾട്ട് അല്ല, വോൾട്ട് കേട്ടോ. ഇലക്ട്രോൺ വോൾട്ട് അല്ല, വോൾട്ട്. സോറി, ഇലക്ട്രോൺ വോൾട്ട് അല്ല, വോൾട്ട്. സോ 0.7 വോൾട്ടും 0.3 വോൾട്ടും. ഓക്കെ, ശരി. സോ ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇതുണ്ട്. സിലിക്കൺ ആണെങ്കിൽ 0.7, ജർമ്മേനിയം ആണെങ്കിൽ 0.3 വോൾട്ട് ഉണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇതെന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഒരു ഡയോഡ് വാങ്ങിക്കുമ്പോൾ അതിന് ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ടിനെ ഈക്വലൈസ് നിർത്തിയേക്കുവാണ്. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പം നമ്മൾ ഡയോഡ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എന്തുണ്ട്? അതിൻ്റെ ഡിപ്ലീഷൻ റീജിയനിലാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഒരു ഡയോഡ് വാങ്ങിക്കുകയാണ്, സെല്ലൊന്നും കറണ്ട് ചെയ്തിട്ടില്ല, അവിടെ എന്തുണ്ട്? ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. സിലിക്കൺ ആണെങ്കിൽ 0.7, ജർമ്മേനിയം ആണെങ്കിൽ 0.3 ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഡ്രിഫ്റ്റ് കറണ്ട് ഡിഫ്യൂഷൻ കറണ്ടിനെ ഓപ്പോസിറ്റ് നിർത്തിയിരിക്കുകയാണ്, ശരിയാണോ? രണ്ടും ഈക്വലൈസ് ഇരിക്കുകയാണ്. അവിടെ നെറ്റ് കറണ്ട് വാല്യൂ 0 ആണ്. ഇതാണ് അവസ്ഥ. ഇനി നോക്കണം, ഇനിയാണെങ്കിൽ നമ്മൾ ഡയോഡ് ആണെങ്കിൽ കണക്ട് ചെയ്യാൻ പോവാണ്, ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് പിയിലേക്ക് ഹയർ പൊട്ടൻഷ്യലും എന്നിലേക്ക് ലോവർ പൊട്ടൻഷ്യലും കണക്ട് ചെയ്തു. കണ്ടോ? പിയിലേക്ക് ഹയർ പൊട്ടൻഷ്യൽ, എന്നിലേക്ക് ലോവർ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കും മക്കളെ, നോക്കടാ. ഇവിടെയാണെങ്കിൽ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്, എക്സ്റ്റേണൽ
പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് കൊടുക്കുന്നത്, സെല്ലാണ് കൊടുത്തിരിക്കുന്നത്, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നോക്ക്, ഞാൻ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നതെങ്കിൽ ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യനെ ആരെതിർക്കുന്നുണ്ട്? ഞാൻ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. എൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ, ഞാൻ എക്സ്റ്റേണലി കൊടുക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ ബാരിയർ പൊട്ടൻഷ്യൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഈ എതിർപ്പിനെ തരണം ചെയ്യണമെങ്കിൽ അതിനേക്കാളും ഉയർന്ന വോൾട്ടേജ് അവിടെ കൊടുക്കണം. സോ ഫോർവേഡ് ബയസിൽ കറണ്ട് ഒഴുകിപ്പോകണമെങ്കിൽ, ഇവിടുന്ന് ഒരു കറണ്ട് ഇങ്ങനെ ഒഴുകിപ്പോകണമെങ്കിൽ എനിക്ക് മനസ്സിലായി എന്ത് സംഭവിക്കണം, ഈ ബാരിയർ പൊട്ടൻഷ്യനേക്കാളും ഉയർന്ന വോൾട്ടേജ് ഞാൻ കൊടുക്കണം. സോ എൻ്റെ ഒന്നാമത്തെ കണ്ടീഷനാണ്, ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വലുതായിരിക്കണം ആരെക്കാളും? ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും. മനസ്സിലായോ? സോ ബാരിയർ വോൾട്ടേജിനേക്കാളും ഉയർന്ന വോൾട്ടേജ് ഞാൻ കൊടുത്താൽ മാത്രമേ കറണ്ട് ഒഴുകുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ അങ്ങനെ കറണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു, ഞാൻ പൊട്ടൻഷ്യൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനൊരു വലിയ സെല്ലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ സിലിക്കൺ ആണെങ്കിൽ 0.7 ആണ്. സോ 0.7 വോൾട്ടിനേക്കാളും വലിയ വോൾട്ടാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ജെർമേനിയം ആണെങ്കിൽ 0.3 ആണ്. 0.3യേക്കാളും വലിയൊരു സെല്ലാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇലക്ട്രോൺ വോൾട്ട് അല്ല, ഞാൻ നേരത്തെ തിരിഞ്ഞു പോയതാണ്. ഇലക്ട്രോൺ വോൾട്ട് അല്ല, വോൾട്ടാണ് കേട്ടോ. സോ അത്രയും വോൾട്ടിനേക്കാളും ഉയർന്ന വോൾട്ടേജ് ഉള്ള സെല്ലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ 0.7യേക്കാളും 0.3യേക്കാളും ഉയർന്ന വോൾട്ടേജ് ഉള്ള ഒരു എക്സ്റ്റേണൽ സെല്ല് കണക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കറണ്ട് ഒഴുകി പോകണം. സോ കറണ്ട് ഒഴുകി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇവിടെയാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഞാൻ കുറയ്ക്കുകയില്ലേടാ. ഈ പൊട്ടൻഷ്യൽ ഞാൻ കൊടുക്കുന്ന ഉയർന്ന പൊട്ടൻഷ്യൽ ഈ ബാരിയർ പൊട്ടൻഷ്യലായ 0.3 എന്ത് ചെയ്യും? അവനെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്ത് കളയും. ശരിയാണോ? ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നത് 10.3 വോൾട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കും. 10.3 വോൾട്ട് കൊടുക്കുകയാണ്. ഇവിടെ 0.3 വോൾട്ട് മാത്രമേ ഉള്ളൂ. സോ 10 വോൾട്ടിന് എന്തുണ്ട്? എൻ്റെ ശക്തിയുണ്ട് ഇല്ലേ? 0.3 ക്യാൻസലായി, ബാക്കി 10 വോൾട്ട് നെറ്റ് വോൾട്ടിൻ്റെ ഉണ്ട്. ആ വോൾട്ടിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എനിക്ക് കറണ്ട് പാസ് ചെയ്യിക്കാൻ കഴിയും. സോ എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, ഞാനാണെങ്കിൽ എക്സ്റ്റേണൽ ഹൈ വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, ഉയർന്ന ബാരിയർ പൊട്ടൻഷ്യനേക്കാൾ ഉയർന്ന വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബാരിയർ പൊട്ടൻഷ്യൻ്റെ വാല്യൂ കുറയും. സോ ബാരിയർ വോൾട്ടേജിൻ്റെ വാല്യൂ കുറയും. മക്കളെ, ബാരിയർ വോൾട്ടേജ് കുറഞ്ഞാൽ ഉറപ്പായും ഇലക്ട്രിക് ഫീൽഡും കുറയും. കാര്യം എന്താണ്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു -dV/dr ആണ്. നമുക്ക് dV കുറഞ്ഞാൽ ആരും കുറയും? ഇയും കുറയും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡും കുറയും. കണ്ടോ? ഫോർവേഡ് ബയാസിൽ പറഞ്ഞ എക്സ്റ്റേണൽ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യനേക്കാളും വലുതാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡും കുറയും. സോ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞേ, ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു. മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു. അങ്ങനെയെങ്കിൽ നോക്കേ, ഈ കറണ്ട് ഏത് കറണ്ടാണ്? ഡിഫ്യൂഷൻ കറണ്ട് സമാനമായ കറണ്ട് അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞു പോയത് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു ഡിഫ്യൂഷൻ കറണ്ടിനെ കുറച്ചത്, ഡ്രിഫ്റ്റ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്തത്. അവൻ കുറഞ്ഞു പോയി. അപ്പം എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ കറണ്ട് കൂടും. ഡ്രിഫ്റ്റ് കുറയും. ഡ്രിഫ്റ്റ് കറണ്ട് കുറയും. മനസ്സിലായോ? സോ ഇവിടെ എന്താ സംഭവിച്ചേ? അതുപോലെ റെസിസ്റ്റൻസ് എന്തോ ചെയ്യും? കറണ്ട് കടന്നു പോവുകയാണ്. കറണ്ടിൻ്റെ വാല്യൂ കൂടി. കണ്ടോ? ഇവിടെ കറണ്ട് കടന്നു പോവുകയാണ്. റെസിസ്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? കുറയും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട്, അതിലൂടെ മെജോറിറ്റി ചാർജ് കാരിയർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ചാർജസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ കുറഞ്ഞു വരത്തില്ലേ? എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്? മെജോറിറ്റി ചാർജ് കാരിയർസ് ഇല്ലാത്ത റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ മെജോറിറ്റി ചാർജ് കാരിയർസിൻ്റെ ഫ്ലോ ആയ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പം മെജോറിറ്റി ചാർജ് കാരിയർസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? ആരുടെ വിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും? ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് എന്ത് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് എല്ലാം കുറയും. ഉണ്ടോ? വിട്ട് കുറയും, എല്ലാം കുറയുന്നുണ്ട്. ഫോർവേഡ് ബയസിൽ നേരത്തെ ഉണ്ടാക്കിയ സെറ്റപ്പൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. അതുപോലെ ഡ്രിഫ്റ്റ് കറണ്ട് കുറയുന്നുണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് കൂടുന്നുണ്ട്. നമുക്ക് ആവശ്യമായ കറണ്ട് ആരാണ്? ഡിഫ്യൂഷൻ കറണ്ടാണ്. കണ്ടോ? നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കറണ്ട് ആരാണ്? ഡിഫ്യൂഷൻ കറണ്ടാണ്. അത് കൂടും. നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് കൂടും. ഡ്രിഫ്റ്റ് കറണ്ട് കുറയും. ഇലക്ട്രിക് ഫീൽഡ് കുറയും. ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. വിട്ട് കുറയും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കുറയും. എല്ലാം കുറയും. കാര്യം മനസ്സിലായോ? ഫോർവേഡ് ബയാസിൽ ഇതാണ് കഥ. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഫോർവേഡ് ബയാസിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിലൊന്നും നോക്ക്, ഞാൻ ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് കുറവാണ്. അങ്ങനെ എക്സ്റ്റേണൽ വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് ഒഴുകത്തില്ല. കണ്ടോ? എക്സ്റ്റേണൽ വോൾട്ടേജ് കുറവാണ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്രയാണ്? 0.3. ഇവിടെ 0.3, ജെർമേനിയം ആണെങ്കിൽ 0.3. ആ 0.3യേക്കാളും വലിയ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ പതുക്കെ കറണ്ട് ഒഴുകുകയുള്ളൂ.
അപ്പോൾ നിങ്ങൾ പറയും സാർ എന്തുകൊണ്ടാണ് സാർ വളഞ്ഞു വരച്ചത്? മക്കളെ ഇതെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറാടാ, ഓംസിൽ ഒബേ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് നോൺ ഓമിക് കണ്ടക്ടറാണ്, ഓംസിൽ ഒബേ ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ കഴിയത്തില്ല, പകരമാണെങ്കിൽ ഒരു കർവ്ഡ് ലൈനാണ് വരച്ചേക്കുന്നത്. സോ ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ്, ഇത് ബാരൽ പൊട്ടൻഷ്യലാണ്, ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് നീ വോൾട്ടേജ്. നീ വോൾട്ടേജ്, നീ വോൾട്ടേജ്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ത്രഷോൾഡ് വോൾട്ടേജ്. ത്രഷോൾഡ് വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. ഇത് ജർമീനിയത്തിനാണെങ്കിൽ 0.3 ആണ്, സിലിക്കൺ ആണെങ്കിൽ 0.7 ആണ്. ഇത് നമ്മുടെ ബാരൽ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ അതിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടക്ടിവിറ്റി കാണിക്കുകയുള്ളൂ, ഇവിടെ കറണ്ട് കടന്നു പോവുകയുള്ളൂ. മക്കൾ ഇത്തരം കാര്യം മനസ്സിലായോ? ഫോർവേഡ് ബയാസിൻ്റെ കഥ മനസ്സിലായോ? അങ്ങനെ നമുക്ക് റിവേഴ്സ് ബയാസിനെ പറ്റി ചിന്തിക്കാം. റിവേഴ്സ് ബയാസ്, റിവേഴ്സ് ബയാസിങ്. മക്കളെ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ്. നമ്മൾ കടയിൽ നിന്നും ഒരു PN ജംഗ്ഷൻ ഡയോഡ് വാങ്ങിക്കുകയാണ്. നമുക്കറിയാം ഇവിടെയാണെങ്കിൽ I ഡിഫ്യൂഷൻ ഇങ്ങനെയാണ്, ഡ്രിഫ്റ്റ് ഇങ്ങനെയാണ്, ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെയാണെങ്കിൽ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇതാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിന് ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഇവിടെ P എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യലുമായിട്ടും എന്നിനെയാണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലുമായിട്ടും കണക്ട് ചെയ്യണം. ശരിയാണോ? P ഞാൻ ലോവർ പൊട്ടൻഷ്യലായിട്ടും എന്നിനെ ഹയർ പൊട്ടൻഷ്യലായിട്ട് കണക്ട് ചെയ്തു. സോ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനാണ് നോക്കുന്നത്. ശരിയാണോ? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനാണ് നോക്കുന്നത്. അതിന് മീനിങ് എന്താണ്? ഇവിടെയാണെന്ന് സംഭവിക്കും, ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ചാർജ് കാരിയസ് ഉണ്ടല്ലോ. ആരാണ് ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയസ്? ഇവിടെ എല്ലാം ഹോളാണ് മെജോറിറ്റി ചാർജ് കാരിയസ്. ആ ഹോളിലെല്ലാം ആര് കയറിയിരിക്കും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോൺസ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടുന്ന് ഇലക്ട്രോൺസ് എല്ലാം വന്ന് ഇവിടുത്തെ ആ ഹോൾസിൽ കയറിയിരിക്കും. അപ്പോൾ ഹോൾ ഉണ്ടോടാ? പിന്നെ ആ വേക്കൻ്റ് സ്പേസിലെല്ലാം എന്ത് ചെയ്യും? ഇവിടുന്ന് ഇലക്ട്രോൺസ് വന്ന് കയറിയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയസ് ആയ ഹോൾസ് കാണുമോ? ഇല്ല. ഇനി ഇവിടെ ആരുണ്ട്? ഇവിടെ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് ഒഴുകിപ്പോവും? ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് ഒഴുകിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന്. ഇവിടുന്ന് ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് ഒഴുകിപ്പോവും. മനസ്സിലായോ? സോ കറണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. അവക്കിനാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടോടാ? ഇവിടെ ഇലക്ട്രോൺസും ഇല്ല. ഇവിടെ ഹോൾസ് ഉണ്ടോടാ? ഇവിടെ ഹോൾസും ഇല്ല. സോ അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും മക്കളെ? കൂടും. കാര്യം എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റീജിയനിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ല. സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടുന്ന് എല്ലാം എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി. ഇവിടുന്ന് എല്ലാം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് നഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ വന്നിരുന്നതാണ് കാരണം. ഈ ഹോളിൽ വന്നിരുന്നതാണ് കാരണം. ഇവിടുത്തെ എല്ലാം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതെങ്ങനെ ഇല്ലാതായി മാറിയത്? അവിടെയാണെങ്കിൽ ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു? പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ ആരില്ല? ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ല. സോ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വലുതായി മാറി. കണ്ടോ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇല്ലാത്ത റീജിയൻ്റെ അളവ് കൂടി. അതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു dV ഡിവൈഡ് ബൈ dr. മക്കളെ വിഡ്ത്ത് കൂടി എന്ന് പറഞ്ഞ് ഇത് കുറയുകയല്ല ചെയ്യുന്നത്, ഇത് വളരെയധികം കൂടി. കണ്ടോ? വളരെയധികം കൂടി? നമ്മളുടെ ഈ ബാരൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തും? വളരെയധികം കൂടി. കണ്ടോ? ബാരൽ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ബാരൽ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് പ്ലസ് ആണെങ്കിൽ ഇതും പ്ലസ് ആണ്. ബാരൽ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് വളരെ വലുതായിട്ട് കൂടും? ഉറപ്പായും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും, dr കൂടും. പക്ഷെ അതിനേക്കാളും വളരെ വലുതായിട്ട് കൂടുന്നുണ്ട്? നമ്മളുടെ ഈ ബാരൽ പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട്. ബാരൽ പൊട്ടൻഷ്യൽ കൂടുന്നതിൻ്റെ ഫലമായിട്ടും കൂടുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് വളരെയധികം കൂടും. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് കൂടും. കണ്ടോ? വിഡ്ത്ത് കൂടി, ഇലക്ട്രിക് ഫീൽഡ് കൂടി. ഇലക്ട്രിക് ഫീൽഡ് കൂടിക്കഴിഞ്ഞാൽ ആരെ സപ്പോർട്ട് ചെയ്യും? ഡ്രിഫ്റ്റ് കറണ്ട് കൂടും. അപ്പോൾ കുറയും? ഡിഫ്യൂഷൻ കറണ്ടിനെ ഇത് സപ്രസ് ചെയ്യും, കുറയ്ക്കും. മനസ്സിലായോ? അപ്പം ഡിഫ്യൂഷൻ കറണ്ട് കുറയും, ഡ്രിഫ്റ്റ് കറണ്ട് കൂടും.
അതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് കറണ്ടാണ്, വളരെ ചെറിയ കറണ്ടാണ്. നമ്മളതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ബയസിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത് റിവേഴ്സ് വോൾട്ടേജ് ആണ്, നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. കറണ്ട് നെഗറ്റീവ് കറണ്ടാണ്, വളരെ ചെറിയ കറണ്ടാണ്, മൈക്രോ ആംപിയറിലാണ് കറണ്ട് വരുന്നത്. കണ്ടോ, വളരെ ചെറിയ കറണ്ട്, ഇവിടെ നിന്നെങ്കിൽ വളരെ ചെറിയ കറണ്ടിൻ്റെയും ഇങ്ങനെ ഫ്ലോ ചെയ്യും. കണ്ടോ, ഇതെന്താണ്? കറണ്ടാണ്. മൈക്രോ ആംപിയറിലെ ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ, വളരെ ചെറിയ കറണ്ടാണ് ഒഴുകുന്നത്. ഇനി ഫോർവേഡ് ബയസ് വരച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് ഇങ്ങനെ പോയി ഇങ്ങനെ പോകും. ഇത് ഫോർവേഡ് ബയസ്, ഇതെന്താണ്? റിവേഴ്സ് ബയസ്. ഇപ്പോൾ റിവേഴ്സ് ബയസിന് ഗ്രാഫ് മനസ്സിലായോ? ഡ്രിഫ്റ്റ് കറണ്ടാണ് റിവേഴ്സ് ബയസിന് കാരണം. ഈ ഡ്രിഫ്റ്റ് കറണ്ട് കാരണം ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ ആണ് ആർക്ക് കാരണം? ഡ്രിഫ്റ്റ് കറണ്ടിന് കാരണം. അപ്പോൾ അതിൻ്റെ ഫ്ലോ ഉണ്ടാവും, ചെറിയ രീതിയിലെ കറണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ചെറിയ രീതിയിൽ കറണ്ട്, വളരെ മൈന്യൂട്ടായ മൈക്രോ ആംപിയറിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു റിവേഴ്സ് ബയസിലാണെങ്കിൽ വളരെ വളരെ ചെറിയ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായി മക്കളെ? വളരെ ചെറിയ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് പറയാം കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്, വെരി സ്മോൾ. ഏകദേശം നമുക്ക് 0 എന്ന് തന്നെ പറയാൻ കഴിയും. സോ റിവേഴ്സ് ബയസിലെ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് പറയാം ഏകദേശം 0 എന്ന് തന്നെ പറയാം. ആക്ച്വലി നോ കറണ്ട് വിൽ ഫ്ലോ എന്ന് പോലും പറയാൻ കഴിയും. കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് മൈക്രോ ആംപിയർ ആണ്, വളരെ 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 ചെറിയ കറണ്ടാണ് ഈ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതാണ് കടന്നു പോകുന്നത്. ഓക്കെ, സോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല എന്ന് പോലും പറയാൻ കഴിയും. കാരണം എന്താണ്? ഈ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് വളരെ 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 മൈന്യൂട്ട് കറണ്ടാണ്. ഇത്രയും മനസ്സിലായോ? സോ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പറയാൻ കഴിയും നോ കറണ്ട് വിൽ ഫ്ലോ എന്നും പറയാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറേ സർക്യൂട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ പറയണം സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ, അത് ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ മക്കളെ, ഞാൻ ഇനി ഓരോ സർക്യൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഓരോ സർക്യൂട്ട് നിങ്ങൾ പറയണം അത് ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ എന്ന്. നോക്കാമല്ലോ. നമുക്ക് ഫസ്റ്റ് ബേസിക് കുറച്ച് കാര്യം എടുക്കാം. ഇത് പി ആണ്, ഇത് എൻ ആണ്. ഇവിടെ ഞാൻ കൊടുക്കുന്നു 2 വോൾട്ട് കൊടുക്കുന്നു, ഇവിടെ -3 വോൾട്ട് കൊടുക്കുന്നു. പറഞ്ഞേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? ഞങ്ങൾ പറയും സാർ ഹയർ പൊട്ടൻഷ്യൽ സാറ് പി കൊടുത്തു, ലോവർ പൊട്ടൻഷ്യൽ സാറ് എന്നിന് കൊടുത്തു. അപ്പം നോക്ക്, ഹയർ പൊട്ടൻഷ്യൽ ഇവിടെ കൊടുക്കണം. നോക്ക്, ഇവിടുത്തെ ഹയർ പൊട്ടൻഷ്യലാണ്, ഇതെന്താണ്? ലോവർ പൊട്ടൻഷ്യലാണ്. ശരിയല്ലേ? ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. സോ ഇതെന്താണ്? ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ ഫോർവേഡ് ബയസിൽ ആരൊഴുകി പോവും? കറണ്ട് വിൽ ഫ്ലോ. ഐ വിൽ ഫ്ലോ, കറണ്ട് ഒഴുകും. ഫോർവേഡ് ബയസ് ആണ്. അപ്പം ഫോർവേഡ് ബയസ് എങ്ങനെ മനസ്സിലാക്കും? പിക്ക് ഹയർ പൊട്ടൻഷ്യൽ, എന്നിന് ലോവർ പൊട്ടൻഷ്യൽ. മനസ്സിലായോ? പിക്ക് ഹയർ പൊട്ടൻഷ്യൽ, എന്നിന് ലോവർ പൊട്ടൻഷ്യൽ. പി ഹയർ പൊട്ടൻഷ്യൽ, എന്നിന് ലോവർ പൊട്ടൻഷ്യൽ. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഫോർവേഡ് ബയസ് ആണ്. ശരി, അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറ മക്കളെ. ഈ ക്വസ്റ്റ്യൻ പറയടാ. ഇവിടെ ആണെങ്കിൽ ഒരു സെല്ലുണ്ട്, ഞാൻ ഇവിടെ സെല്ലിങ്ങനെ കണ്ടിരിക്കുവാണ്. മക്കളെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എർത്ത് എന്ന് പറയും. എർത്തിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 0 പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 പൊട്ടൻഷ്യൽ. ഇവിടെ 1 വോൾട്ടിൻ്റെ സെല്ലുണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 1 വോൾട്ടിൻ്റെ സെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിന് 2 ടെർമിനൽ തമ്മിൽ വോൾട്ടേജ് ഡിഫറൻസ് എത്രയാണ്? 1 വോൾട്ട് ആണ്. സോ ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇതെന്താണ്? ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ 0 - 1 എത്രയായിരിക്കും? ഇവിടെ -1 വോൾട്ട് ഇവിടെ വരും. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ കറണ്ട് ടെസ്റ്റിലും പഠിച്ചതാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതെന്താണ്? ഹയർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ എത്രയാണ്? ഞാൻ എർത്ത് ചെയ്തേക്കുവാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഹയർ പൊട്ടൻഷ്യലിനെ നമുക്കൊരു സെല്ലിൻ്റെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനലിനെ വിളിക്കുന്നവരാണ് ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ടെർമിനലിനെ വിളിക്കുന്നവരാണ് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യലിനെ ഞാൻ 0 ആക്കി മാറ്റി. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആക്കി മാറ്റുകയാണ്. അപ്പം ഹയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എർത്ത് എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഈ സിമ്പിൾ മാത്രമേ കാണിക്കുകയുള്ളൂ. അതിൻ്റെ മീനിങ് ഹയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആണ്. ലോവർ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് പറയത്തില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 1 വോൾട്ട് ആണ്. അതായത് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 വോൾട്ട് ആണ്.
ഹയർ പൊട്ടൻഷ്യലിലെ വാല്യൂ നമുക്ക് മനസ്സിലായി എത്രയാണ് 0 വോൾട്ട് ആണ് മൈനസ് ലോവർ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോവർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, നമുക്ക് -1 വോൾട്ട് എന്ന് കിട്ടും. ശരിയാണോ? നമുക്ക് 0 -1 ആവുമ്പോഴാണ് എന്ത് മൈനസ് ആയിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സോ ലോവർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, -1 വോൾട്ട്. ഇനിയാണെങ്കിൽ ഇതുപോലെ ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സെല്ലാണ് ഞാൻ എർത്ത് ചെയ്തേക്കുവാണ്. ഇവിടെ 2 വോൾട്ട്. മക്കളെ പറഞ്ഞു, ഇത് എർത്ത് ചെയ്തേക്കാണ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, 0 വോൾട്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, -2 വോൾട്ട് ആയിരിക്കും. -2 വോൾട്ട്. നോക്ക്, ഇവിടെ -1 വോൾട്ട്, ഇവിടെ -2 വോൾട്ട്. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഇവിടെ ലോവർ പൊട്ടൻഷ്യലാണ്, ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്. ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്, ഇവിടെ ലോവർ പൊട്ടൻഷ്യലാണ്. ശരിയല്ലേ? ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്. നോക്ക്, -2 ചെറുതാണ്, -1 അതിനേക്കാളും വലുതാണ്. സോ ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, ഇതെന്താണ്, ലോവർ പൊട്ടൻഷ്യലാണ്. കമ്പയർ ചെയ്യുകയാണ്. ഇതിനകത്ത് ഏതാ വലുത്? ഇത് ഹയർ പൊട്ടൻഷ്യൽ. പി എന്താണ്, ഹയർ പൊട്ടൻഷ്യലാണ്. എൻ എന്താണ്, ഇത് എൻ ആണ്, ഇത് പി ആണ്. എൻ എന്താണ്, ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എന്തായിരിക്കും ഇത് ഫോർവേഡ് ബയാസ്. എന്താണ് ഫോർവേഡ് ബയാസ്? കറണ്ട് വിൽ ഫ്ലോ, കറണ്ട് എന്ത് ചെയ്യും മക്കളെ, ഒഴുകും. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആലോചിച്ച് പറയണം. വീണ്ടും നമ്മളുടെ ഡയോഡ് PN ഇവിടെ എത്തിയേക്കാണ് 2 വോൾട്ട്. ഇവിടെ എർത്തിരിക്കുകയാണ് 4 വോൾട്ട്. പറഞ്ഞ മക്കളെ, ഇവിടെ എർത്തിരിക്കുക, അതിൻ്റെ മീനിങ് എന്താടാ, 0 വോൾട്ടാണ് ഇവിടെ. ഇത് 2 വോൾട്ട് ആണെങ്കിൽ ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. എത്ര ആയിരിക്കണം, ഇവിടെ -2 ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ 0 വോൾട്ടാണ്, കണ്ടോ, എർത്തിരിക്കുകയാണ് 0 വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കണം, പ്ലസ് ആയിരിക്കണം. നോക്ക്, പോസിറ്റീവാണ്, +4. നോക്ക്, ഇവിടെയാണെങ്കിൽ പിയുമായിട്ട് ലോവർ പൊട്ടൻഷ്യലും എന്നുമായിട്ട് ഹയർ പൊട്ടൻഷ്യലുമാണ്. ശരിയാണോ? അതിൻ്റെ മീനിങ് എന്താണ്, റിവേഴ്സ് ബയാസ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുമോ, കറണ്ട് വിൽ നോട്ട് ഫ്ലോ. വിൽ നോട്ട് ഫ്ലോ. മനസ്സിലായോ? സോ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസറിലേക്ക് പോകാൻ കഴിയണം. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായി പറയണം. വീഡിയോ പോസ് ചെയ്യണം മക്കളെ, സ്വന്തമായിട്ട് പറയണം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഒരു -10 വോൾട്ടാണ്. മക്കളെ വീഡിയോ പോസ് ചെയ്തേ. ഇവിടെ സെല്ലൊന്നും കൊടുത്തിട്ടില്ല. എന്താണ്, എർത്ത് തിരിക്കുകയാണ്. കണ്ടോ, ഇത് ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താണ്, എർത്ത് തിരിക്കുക. കണ്ടോ, ഇത് എർത്ത് തിരിക്കുകയാണ്. പറഞ്ഞേ, ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെയും നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇവിടെ എന്താണ്, 0 പൊട്ടൻഷ്യൽ. ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെയും എന്താണ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇവിടെ എന്താണ്, 0 പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ പിയിലാണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലും എന്നിലാണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ. നോക്ക്, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 0ക്കാളും ചെറുതാണ്. 0ക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ എന്താണ്, ലോവർ പൊട്ടൻഷ്യലാണ്. സോ പിയുമായിട്ട് ലോവർ പൊട്ടൻഷ്യൽ, എന്നുമായിട്ട് ഹയർ പൊട്ടൻഷ്യൽ. അതിന് മീനിങ് എന്താടാ, റിവേഴ്സ് ബയാസ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുമോ, ഇല്ല. മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ വരയ്ക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞേ മക്കളെ. ഇത് -5 വോൾട്ട്, ഇത് 2 വോൾട്ട്. എന്താടാ പറഞ്ഞേ, അത് റിവേഴ്സ് ബയാസ് ആണ്. എന്താണ്, റിവേഴ്സ് ബയാസ് ആണ്. ശരിയല്ലേ? പിയുമായിട്ട് ലോവർ പൊട്ടൻഷ്യൽ, എന്നുമായിട്ട് ഹയർ പൊട്ടൻഷ്യൽ, റിവേഴ്സ് ബയാസ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ മക്കളെ, ഇതെന്താന്ന് പറഞ്ഞേ, ഇത് 0 വോൾട്ട്, ഇവിടെ 2 വോൾട്ട്. എന്താണിത്, ഇത് റിവേഴ്സ് ബയാസ് ആണ്. ശരിയല്ലേ? ഇത് ലോവർ പൊട്ടൻഷ്യൽ, പിയുമായിട്ട് ലോവർ പൊട്ടൻഷ്യലും എന്നുമായിട്ട് ഹയർ പൊട്ടൻഷ്യലുമാണ്. ഇത് റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. ഇവിടെയാണെങ്കിൽ ഇവിടെ -1 വോൾട്ട്, ഇവിടെ -5 വോൾട്ട്. ഓക്കെ, പറഞ്ഞ മക്കളെ, ഇത് ഫോർവേഡ് ബയാസ് ആണോ, റിവേഴ്സ് ബയാസ് ആണോ? നിങ്ങൾ പറയും സാർ, പിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. കമ്പയർ ചെയ്യുമ്പം ഇവിടെ വലിയ പൊട്ടൻഷ്യലാണ്, പിയുമായിട്ട് ഹയർ പൊട്ടൻഷ്യൽ. നോക്കിയത് വലിയ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യലും ഇത് ലോവർ പൊട്ടൻഷ്യലുമാണ്. അതെന്താണ്, ഫോർവേഡ് ബയാസ് ആണ്. മനസ്സിലായോ? സോ അടുത്തത്
ഇവിടെ ഞാൻ ഗ്രൗണ്ട് ഇരിക്കുകയാണ്. ഇവിടെയാണെങ്കിലത്തെ പൊട്ടൻഷ്യലാണ് 3 വോൾട്ട്. മക്കൾ ഇത് ഫോർവേഡ് പൊട്ടൻഷ്യലാണ്, ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? അപ്പോൾ നിങ്ങൾ പറയും സാർ ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്, പക്ഷേ ഇവിടെ 3 വോൾട്ടാണ്. ഉണ്ടോ, എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ 0 പൊട്ടൻഷ്യൽ. ഇവിടെ എത്രയാണ്? 3 പൊട്ടൻഷ്യൽ. സോ അതിൻ്റെ മീനിങ് എന്താണ്? പി യുമായിട്ടാണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലും എന്നുമായിട്ടാണ് ഹയർ പൊട്ടൻഷ്യലുമാണ്. എന്താണ്? റിവേഴ്സ് ബയാസ് ആണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തുമാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. സോ ഇത് 1 വോൾട്ടിൻ്റെ സെല്ലാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് 3 വോൾട്ടിൻ്റെ സെല്ലും ഇത് 1 വോൾട്ടിൻ്റെ സെല്ലുമാണ്. ഇവിടെ 100 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. പറഞ്ഞ മക്കളെ ഇത് ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയാണെങ്കിൽ എന്താണ്? 0 പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? -3 ആണ്. സോ ഇവിടെ -3 ആണ്. അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പൊട്ടൻഷ്യൽ. ഇത് 1 വോൾട്ടാണ്. ഇവിടെ എന്താണ്? -1 ആണ്. സോ ഇവിടെ -1 ആണ്, -1 വോൾട്ട്, -1 വോൾട്ട്. സോ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ -3 ആണ്, ഇവിടെ -1 ആണ്. സോ എന്താണ്? ഇത് ലോവർ പൊട്ടൻഷ്യലാണ്, ഇതെന്താണ്? ഹയർ പൊട്ടൻഷ്യലാണ്. ഇതെന്താണ്? ലോവർ പൊട്ടൻഷ്യലാണ്, ഇതെന്താണ്? ഹയർ പൊട്ടൻഷ്യലാണ്. ശരിയല്ലേ? ഇത് -1 ആണ്, ഇത് -3 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇത് ലോവർ പൊട്ടൻഷ്യലും ഇത് ഹയർ പൊട്ടൻഷ്യലുമാണ്. ഇതെന്താണ്? ഫോർവേഡ് ബയാസ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? ഫോർവേഡ് ബയസിലാണെങ്കിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? ഇനി ഞാൻ അങ്ങനെ ചോദിക്കാൻ പോവുകയാണ്, കറണ്ടിൻ്റെ വാല്യൂ, ഇതിലൂടെ കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ എത്രയും ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയണം സാർ ഫോർവേഡ് ബയസ് ആണ്, ഇത് ജസ്റ്റ് ഒരു കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും. ഫോർവേഡ് ബയാസിൽ എനിക്ക് ഇതിന് പകരം ഒരു കണ്ടക്ടറായിട്ട് റിപ്ലേസ് ചെയ്യാൻ കഴിയും. പക്ഷേ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഞാൻ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറ്റും. സോ ഡയോഡിനെ എപ്പോഴാണ് കണ്ടക്ടറായിട്ട് മാറ്റുന്നത്? ഫോർവേഡ് ബയാസിൽ ഡയോഡിനെ കണ്ടക്ടറാക്കി മാറ്റാം. റിവേഴ്സ് ബയാസിൽ കണ്ടക്ടറിനെ ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റണം. ഇത് ഓർത്തിരിക്കുക. സോ ഡയോഡിനെ റീപ്ലേസ് ചെയ്യണം. നമുക്ക് ഡയോഡ് വെച്ച് കണക്ട് ചെയ്യാൻ അറിയത്തില്ല. സോ ഡയോഡിനെ റീപ്ലേസ് ചെയ്യണം. നോക്കടാ, ഇവിടെ ഞാനാണെങ്കിൽ -1 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുത്തു. ഡയോഡിനെ ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് ഡയോഡിനെ കണ്ടക്ടറാക്കി മാറ്റി. ഡയോഡിനെ ഞാൻ ഒരു കണ്ടക്ടറാക്കി മാറ്റി. പിന്നെ ആരുണ്ട്? ഒരു റെസിസ്റ്റർ ഉണ്ട്. പിന്നെ ഇവിടെ എത്ര വോൾട്ടാണ്? -3 വോൾട്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. സോ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അപ്പോൾ നിങ്ങൾ പറയും സാർ -1 -3. ശരിയാണോ? ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. എത്രയാണ്? 100 ഓം വിച്ച് ഈസ് ഈക്വൽ ടു -1 മൈനസ് നോക്ക്, ഇത് +3 ആണ്. +3 -1 എത്ര കിട്ടും? 2 ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.02 ആംബിയർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് 0.02 ആംബിയർ, ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ മില്ലി ആംബിയറിലായിരിക്കും കിടക്കുന്നത്. നോക്ക്, ഇതിനെ മില്ലി ആംബിയറിൽ നമുക്ക് പറയാൻ കഴിയും. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനെ 20 × 10⁻³ ശരിയാണോ? എന്താണ്? 20 × 10⁻³. നോക്ക്, ഇവിടെ നിന്നും ഒരു 3 പൂജ്യം മാറ്റി നോക്കൂ. 1 2 3 ഒരു പൂജ്യം കൊടുക്കും, 3 പൂജ്യമായി ഇങ്ങോട്ട് മാറ്റി നോക്ക്, 0.02 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? 20 × 10⁻³ ആംബിയർ ആണ്, അല്ലെങ്കിൽ 20 മില്ലി ആംബിയർ ആണ്. സോ മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ എന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന വാല്യൂ 10⁻³ ഫോർമാറ്റ് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മില്ലി ആംബിയറിലും ആൻസർ കിട്ടും. ഓക്കെ ആണോ? സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ സർക്യൂട്ടിലൂടെ എത്ര കറണ്ട് കടന്നു പോയെന്ന് ചോദിക്കും. അപ്പോൾ സർക്യൂട്ടിലൂടെ കടന്നുപോയ കറണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ ആദ്യം നോക്കുക. ഫോർവേഡ് ബയാസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഡയോഡിനെ ആണെങ്കിൽ കണ്ടക്ടറാക്കി റീപ്ലേസ് ചെയ്യുക. റിവേഴ്സ് ബയസ് ആണെങ്കിൽ നമ്മുടെ ഡയോഡിനെ ആ ഒരു ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റുക. ഇത് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ പറയണം സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് കടന്നു പോയെന്ന് പറയണം. ഓക്കെ,
ശരി, സർക്യൂട്ടിലൂടെ കടന്നുപോയ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ആലോചിച്ച് പറയാൻ നോക്കണം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, സ്വന്തമായി ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇത് 4 ഓം ആണ്. സർക്യൂട്ടിലൂടെ കടന്നുപോയ കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് 4 ഓം, ഇത് 8 വോൾട്ട്. ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്. ഈ അമ്മീറ്റർ എത്ര ആംപിയർ റീഡ് ചെയ്യും? റീഡിങ് കണ്ടുപിടിക്കണം. അമ്മീറ്ററിൻ്റെ റീഡിങ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ഡയോഡ്. ഈ ഡയോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയോഡിനെ റീപ്ലേസ് ചെയ്യുക. ഒന്നുകിൽ ഓപ്പൺ സർക്യൂട്ടായിട്ടോ അല്ലെങ്കിൽ ക്ലോസ് സർക്യൂട്ടായിട്ടോ ഡയോഡിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സോ നോക്കടാ, ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് 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 പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ഇവിടെ നെഗറ്റീവ് 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 നെഗറ്റീവ്, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഡയോഡ് എങ്ങനെയാണ്? ഇവിടെ ഹയർ പൊട്ടൻഷ്യലും പിയിൽ ഹയർ പൊട്ടൻഷ്യലും എന്നിൽ ലോവർ പൊട്ടൻഷ്യലുമാണ്. ഇത് രണ്ടും ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നോക്കേണ്ട ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡയോഡിനെ റിപ്ലേസ് ചെയ്യുക. എങ്ങനെ റിപ്ലേസ് ചെയ്യാം? ഡയോഡിന് ചോദിക്കണം, ഡയോഡേ നീ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? ഇപ്പോൾ നമ്മൾ ഡയോഡ് പറഞ്ഞു ഞങ്ങൾ രണ്ടും ഫോർവേഡ് ബയസ് ആണ്. അങ്ങനെ ഫോർവേഡ് ബയസ് ആണ് എന്ത് ചെയ്യണം? ജസ്റ്റ് കണ്ടക്ടറാണ്. ഉണ്ടോ? ഡയോഡിന് പകരം ജസ്റ്റ് കണ്ടക്ടർ എന്ന് പറയാം. പിന്നെ ബാക്കി ആരുണ്ട്? 4 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ ഈ 4 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ 8 വോൾട്ട് ഉണ്ട്. ഇവിടെ അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 4 ആണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്ക് പറയാം ഇവിടെ 2 ഓമുണ്ട് അല്ലേ? 2 ഓമുണ്ട്. ഇവിടെ 8 വോൾട്ട് ഉണ്ട്. അമ്മീറ്റർ ഉണ്ട്. സോ നമുക്കറിയാം കറണ്ട് I വിച്ച് ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R ആണ്. അതായത് V എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ ആണെങ്കിൽ 2 ആണ്. 8/2 എന്ന് പറഞ്ഞാൽ 4 ആംപിയർ ആണ്. ആൻസർ എത്രയാണ്? 4 ആംപിയർ. മക്കളെ മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തേ? ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തിരിച്ച് വരയ്ക്കാമല്ലോ. തിരിച്ച് വരയ്ക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഞാൻ തിരിച്ച് വരയ്ക്കുക. ഒരു ഡയോഡിനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരച്ചു. ഇത് 4 ഓം ആണ്. ഇതും 4 ഓം ആണ്. ഇവിടെ വീണ്ടും 8 വോൾട്ട് സെയിം ഡയറക്ഷനിൽ കൊടുത്തു. അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്റർ റീഡിങ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നോക്കണം, ഡയോഡിനോട് ചോദിക്കണം, ഡയോഡേ നീ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? നോക്കടാ, പോസിറ്റീവ് 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 പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് 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 പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എല്ലാം എന്തായിരിക്കും? ഇത് നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ എന്താണ്? നെഗറ്റീവ്. സോ അങ്ങനെയെങ്കിൽ പറയണം ഇതെന്താണ്? ഫോർവേഡ് ബയാസ്. ഇതെന്താണ്? റിവേഴ്സ് ബയാസ്. സോ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഡയോഡിനെ റീപ്ലേസ് ചെയ്യാം. സോ ഒന്നാമത്തെ ഡയോഡിനെ റീപ്ലേസ് ചെയ്തു. രണ്ടാം ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് നോക്ക്. ഇത് ഓപ്പൺ സർക്യൂട്ട്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട്. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ഇത് 4 ഓം. ഇതും 4 ഓം. ഇത് 8 വോൾട്ട്. അമ്മീറ്റർ ഉണ്ട്. നമ്മൾ വരച്ചു. നോക്കടാ, ഇവിടെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകുമോ? ഇല്ല, ഇതിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല. സോ ഇതെന്താണ്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം മാറ്റി വരയ്ക്കാമല്ലോ. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. നമ്മൾ കറണ്ട് ഡിസിലൊക്കെ പഠിച്ചതാണ്. 4 ഓം ആണ്. ഇത് വളരെ ബേസിക്കാണ്. നമ്മൾ കറണ്ട് ഡിസിലൊക്കെ എത്ര വലിയ സംഭവം പഠിച്ചതാണ് അല്ലേ? ഇത് വളരെ ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അമ്മീറ്റർ. സോ I വിച്ച് ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R. V എന്ന് പറഞ്ഞാൽ 8 ആണ്. R എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 2 ആംപിയർ എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. നീറ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കിലോ ഓമിലാണ് തരുന്നത് കരുതിക്കോ. സോ എൻ്റെ കയ്യിൽ 2 ഡയോഡുണ്ട്. ഇത് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 1 കിലോ ഓം. ഇവിടെയാണെങ്കിൽ 2 കിലോ ഓം. ഇത് സെല്ലുമായിട്ട് 5 വോൾട്ടിൻ്റെ സെല്ലുമായിട്ട് ഇവിടെ അടുത്ത റെസിസ്റ്റർ ഉണ്ട്. അതൊരു 2 കിലോ ഓം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സർക്യൂട്ടിൽ പോകുന്ന ആകെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അമ്മീറ്റർ ഒന്ന് എഴുതിക്കാം.
സർക്യൂട്ടിലേക്ക് കടന്നുപോയ ആകെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അമ്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് അറിയേണ്ടത്. സോ ഡയോഡിനോട് ചോദിക്കണം, ഡയോഡ് നീ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? അപ്പം ഡയോഡ് പറയും ഞാനാണെങ്കിൽ നോക്കടാ പോസിറ്റീവ് 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 നെഗറ്റീവ് 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 എല്ലാം നെഗറ്റീവ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഫോർവേഡ് ബയസ് ആണ്, പക്ഷെ ഇതെന്താണ്? റിവേഴ്സ് ബയസ് ആണ്. ശരിയാണോ? ഇത് റിവേഴ്സ് ബയസ് ആണ്. സോ ഇതിന് ആവശ്യമുണ്ടോ? ഇല്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിംഗിൾ സർക്യൂട്ടായിട്ട് വരയ്ക്കാൻ പറ്റും. സോ ഇത് 2 കിലോ ഓം, അത് നേരെ കണ്ടിരിക്കുകയാണ്. ശരിയാണോ? 1 കിലോ ഓം, അത് നേരെ കണ്ടിരിക്കുകയാണ് അമ്മീറ്റർ, അത് നേരെ കണ്ടിരിക്കുകയാണ് 2 കിലോ ഓം. ഇത് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് 5 വോൾട്ട് സെല്ലുമായിട്ട് കണ്ടിട്ടുണ്ട്. നോക്ക് 2 1 3 3 2 5. സോ ആകെ റെസിസ്റ്റൻസ് എത്രയാണ്? 5 കിലോ ഓം. അമ്മീറ്റർ അതുപോലെ 5 വോൾട്ട്. ശരിയാണോ? സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് 5 ആണ്, റെസിസ്റ്റൻസ് 5 കിലോ 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു വെട്ടിപ്പോവും. നമുക്കിത് മുകളിൽ കൊണ്ടുവരാം. 10⁻³ ആംപിയർ അല്ലെങ്കിൽ 1 മില്ലി ആംപിയർ. മക്കളെ മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. സോ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് ഡയോഡിനെ ആദ്യം നോക്കണം. ഡയോഡിനോട് ചോദിക്കണം, ഡയോഡിന് ഈ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? അവൻ ഡയോഡിനോട് ചോദിച്ച്, അപ്പോൾ ഡയോഡ് പറയും ഫോർവേഡ് ബയസ് ആണെങ്കിൽ അതിനങ്ങ് ഷോർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്ത് ചെയ്യാം? അത് ഒറ്റ ലൈനായിട്ടങ്ങ് വരയ്ക്കണം. റിവേഴ്സ് ബയസ് ആണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. മനസ്സിലായോ? ഓപ്പൺ സർക്യൂട്ടാണ്. ഇതിനെന്ത് ചെയ്യണം? സർക്യൂട്ട് റീഡ്രോഡ് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം കറണ്ടിനെ നമ്മൾ സിമ്പിൾ മെത്തേഡ് വഴി കറണ്ടിനെ കണ്ടുപിടിക്കുക.